അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, കുട്ടികളെ, ഇനി ഒരു വിലയിരുത്തൽ ബഹുമാനപ്പെട്ട ഫൈസൽ നിയാസ് ഹുദവിയുടെ സംസാരത്തെ ഒന്ന് വിലയിരുത്തി സംസാരിക്കേണ്ടത് ബഹുമാനപ്പെട്ട അജ്ജുൽ ഫൈസിയാണ്. അദ്ദേഹം വേറെ ചില വിഷയങ്ങളിൽ ഉള്ളതുകൊണ്ട് അദ്ദേഹം പുറത്തു പോയതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ മനോഹരമായൊരു ക്ലാസ്. ഒരുപാട് വിഷയങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ ഒരു പള്ളി നിർമ്മിക്കുന്നു. ആ പള്ളി ആരാധനാ കേന്ദ്രം മാത്രമല്ല, ആത്മീയമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള കേന്ദ്രം മാത്രമല്ല, അതേസമയത്ത് അത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സെക്രട്ടേറിയറ്റ് ആണ്. മറ്റ് ഐഹികമായ വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടുന്ന അതിന്റെ കേന്ദ്രം കൂടിയാണ് എന്നും, അതുപോലെ തന്നെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാർക്കറ്റ് പണിയാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ആ മാർക്കറ്റിന്റെ പ്രത്യേകത, നമ്മളൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഇതല്ലേ, ഒട്ടകത്തെ കെട്ടാൻ പോലും ഉള്ള സൗകര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പൊ ഈ കാലത്തൊക്കെ ദുബായ് പോലെയുള്ള വലിയ വലിയ പട്ടണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമാകുന്ന രീതിയിലെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊക്കെ അതിന്റെ ആ തുടക്കം അള്ളാഹുവിന്റെ റസൂൽ മുമ്പേ നമുക്ക് കാണിച്ചു തന്നതൊക്കെ ബഹുമാനപ്പെട്ട ഫൈസൽ നിയാസ് ഹുദവി അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പറയുകയാണ്. അതുപോലെ തന്നെ ആ മാർക്കറ്റ് വളരെ സത്യസന്ധമായ മാർക്കറ്റാണോ, അതിൽ വഞ്ചന നടക്കുന്നുണ്ടോ, പൂഴ്ത്തിവെപ്പ് നടക്കുന്നുണ്ടോ, പിന്നെ അതിൽ കളവ് നടക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി ആ രാഷ്ട്രത്തിന്റെ നായകൻ തന്നെ ഇടയ്ക്കൊക്കെ ഇറങ്ങുകയാണ്. എന്നിട്ട് അതിൽ പരിശോധന നടത്തുകയാണ്. ഒരു സഹാബിയുടെ കച്ചവടം, അദ്ദേഹം കച്ചവടം ചെയ്യാൻ വെച്ച സാധനത്തിന്റെ അകത്തേക്ക് കൈ പ്രവേശിപ്പിച്ചുകൊണ്ട് അവസാനം കയ്യിൽ നിന്ന് നനവ് കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്ത വിഷയം ഫൈസൽ നിയാസ് ഹുദവി അദ്ദേഹത്തിന്റെ ഈ വിഷയാവതരണത്തിൽ സംസാരിക്കുകയുണ്ടായി. വളരെ മനോഹരമായി അള്ളാഹുവിന്റെ റസൂൽ അഭയാർത്ഥി പ്രശ്നം പരിഹരിച്ചത്. ഇന്ന് ലോകത്ത് വലിയൊരു പ്രശ്നമാണ് അഭയാർത്ഥി പ്രശ്നം. ധാരാളം സിറിയക്കാർ ഇപ്പോൾ ലബനാനിലേക്കും അതല്ലെങ്കിൽ തുർക്കിയിലേക്കും ഒക്കെ പലായനം ചെയ്ത്, ജോർഡാനിലേക്ക് പലായനം ചെയ്ത് ആ അഭയാർത്ഥികളെ കൊണ്ട് ആ രാഷ്ട്രങ്ങളാകെ ബുദ്ധിമുട്ടുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് പല പ്രാവശ്യം നമ്മൾക്ക് അറിഞ്ഞതാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ ആ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആ പലായനം ചെയ്ത ആ അഭയാർത്ഥികളുടെ പ്രശ്നം എത്രമാത്രം സുന്ദരമായ രീതിയിലാണ് അത് പരിഹരിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഫൈസൽ നിയാസ് ഹുദവി. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ കാർഷിക രംഗം, അതുപോലെ തന്നെ പലിശ നിരോധിച്ചതിലൂടെ അള്ളാഹുവിന്റെ റസൂല് വിശുദ്ധ ഇസ്ലാം ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ, അത് ചൂതാട്ടം നിരോധിച്ചതിലൂടെയുള്ള ഈ സാമ്പത്തിക ചൂഷണം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഫൈസൽ നിയാസ് ഹുദവി അദ്ദേഹത്തിന്റെ ഈ വിഷയാവതരണത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് കുറേയധികം ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പൂഴ്ത്തിവെപ്പ്, അതുപോലെ തന്നെ വിലക്കയറ്റം തടയുവാനുള്ള മാർഗങ്ങൾ, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ്, ഇൻഷുറൻസ് പോലെയുള്ള ഒരുപാട് വിഷയങ്ങളെ കുറിച്ച്, പിന്നെ ബാങ്ക് ഇടപാട് നടത്തുക പോലത്തെ വിഷയങ്ങളെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ എത്രയും വേഗം റൈസ് ഹാൻഡ് ചെയ്യണം. ചോദിക്കാൻ ഉദ്ദേശിക്കുന്നവർ വേഗം റൈസ് ഹാൻഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ മൈക്കെടുക്കണം, ചോദിക്കണം. നിങ്ങൾ ചോദിക്കുന്നതിലൂടെ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ സംശയം മാത്രമല്ല തീരുക, പിന്നെ അതുപോലെ തന്നെ ഇത് കേൾക്കുന്നവരുടെ സംശയങ്ങളും, റേഡിയോ കൂടെ കേൾക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ഇപ്പൊ മൈക്കെടുത്ത് ചോദ്യം ചോദിക്കാൻ നിർത്തില്ല. നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ റേഡിയോ സംവിധാനത്തിൽ ഇപ്പോൾ 8,000 ആളുകൾക്ക് പ്രവേശിക്കാനുള്ള സൗകര്യമുണ്ട്. അത്രയും വളരെ വിശാലമാണ് നമ്മുടെ റേഡിയോ സംവിധാനം. അപ്പൊ അതിലൂടെ ഇന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇതിലൂടെ കേൾക്കുന്നതിനേക്കാളും അധികം ആളുകൾ ഇപ്പൊ റേഡിയോയിലൂടെയൊക്കെയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ധാരാളം ആളുകൾ ഇപ്പൊ നമ്മുടെ റേഡിയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഈ ചർച്ചകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചട്ടി ചർച്ച ഇൻഷാ അല്ലാഹ് നമ്മളത് വിശാലമായ ചട്ടി ചർച്ച ഉണ്ടാവും. ശനിയാഴ്ച പത്രസമ്മേളനം നടത്തും നാട്ടില്. അപ്പൊ ആ ചട്ടി എവിടുന്നാ വന്നതെന്നൊക്കെ അപ്പോൾ അറിയും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായ ചർച്ചകൾ നടക്കും എന്നുകൂടി അറിയിക്കുകയാണ്. ഇപ്പോൾ ഇത് സംബന്ധമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി നിങ്ങളെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫൈസൽ നിയാസ് ഹുദവി അതിന് മറുപടി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്? ക്ലിയർ ഉണ്ടോ? ഞാന് ഇതിനോടനുബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ് എനിക്ക് സംശയം ഉണ്ടായ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ക്ലാസ് പകുതി കേട്ടിട്ടുള്ളൂ. പകുതി കേട്ടപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും
നമ്മുടെ ഉസ്താദുമാർക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ ദുആ ചെയ്യുന്നു. എന്റെ സംശയം ഫിഖ് സംബന്ധമായ സംശയമാണ്. നൂർഫി ഉസ്താദ് മുമ്പ് മറുപടി പറഞ്ഞിരുന്നോ ഇല്ലെന്ന് അറിയില്ല. എന്നാലും നിയാസ് ഉദവി ഉസ്താദ് ഇപ്പൊ കൈകാര്യം ചെയ്ത ആ വിഷയത്തിനോട് അനുബന്ധിച്ച് വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ഒരു വ്യാപകമായിട്ട് കാണുന്ന ഒരു ഖിറാഅത്ത് കച്ചവടം ഞാൻ പല ആളുകളും പറയുന്നത് കേട്ടു. ഒരാളെ നടത്താൻ വേണ്ടി ഏൽപ്പിക്കുക, 10,000 റിയാലോ അല്ലെങ്കിൽ 20,000 റിയാലോ ഒക്കെ മുടക്കിയിട്ട്. പക്ഷെ എന്നാലും ഒരു മാസം എനിക്ക് ഇത്ര കിട്ടണമെന്ന് ഡിമാൻഡ് വെക്കുന്നുണ്ട്. അല്ല 500 റിയാൽ എനിക്കൊരു മാസം കിട്ടണം. അതിന് അവര് പറയണത് അത് പലിശയാകൂല എന്ന് പറയാനൊരു കാരണം അവർ പറയുന്നുണ്ട്. എന്താണെന്നോ, അതായത് കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചാൽ കച്ചവടം നടത്തുന്ന ആൾ ഉത്തരവാദിയല്ല. ആരാണോ പൈസ മുടക്കിയത് മുതലാളിന്റെ പൈസ പോകും, മുതലാളിക്ക് പൈസ തിരിച്ചു ചോദിക്കാൻ പറ്റൂല. അങ്ങനെ നടത്തിപ്പിന് അങ്ങനെയൊക്കെ പല വാക്കുകൾ അതിന് പറയാറുണ്ട്. ഇവിടെ വ്യാപകമായിട്ട് പല ആളുകളും നടത്തുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ചോദിച്ചതാണ്. ഖിറാഅത്ത് കച്ചവടമാണെന്ന് പറയുന്നു. ആരാണോ മുടക്കിയത് അവരെ പൈസ പോകും. പൂർണ്ണമായിട്ട് നഷ്ടം സംഭവിച്ചാൽ നഷ്ടം ഫുള്ള് മുതലാളി സഹിക്കണം. നടത്തുന്ന ആൾക്ക് ഒരു ഉത്തരവാദിത്വം അതിലുണ്ടാവില്ല. ഈ രൂപത്തിലുള്ള ഒരു ഖിറാഅത്ത് കച്ചവടം വ്യാപകമായിട്ട് കാണുന്നു. ഖിറാഅത്താണെന്ന് അവർ പറയുന്നു. ഇങ്ങനത്തെ ഒരു കച്ചവടം ഇസ്ലാമിൽ ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നിയാസ് ഉദവി ഉസ്താദ് ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അസ്സലാമു അലൈക്കും. മനസ്സിലായിട്ടുണ്ടല്ലേ? പൈസ മുടക്കിയ ആള് ഫുള്ള് നഷ്ടം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. മറുപടി പറയുന്നതിന് മുമ്പ് വേറൊരു വിഷയം കൂടി, ഒന്ന് രണ്ട് വിഷയം സംസാരത്തിൽ പറയാൻ വിട്ടുപോയ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രഭാഷകനല്ല. അങ്ങനെ ഒരു എന്തെങ്കിലും വിഷയാടിസ്ഥാനമായ കാര്യങ്ങൾ സംസാരിക്കാൻ മാത്രം കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പോയിന്റുകളും എപ്പോഴും കവർ ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ പലതും പറയാൻ കഴിയുക. അപ്പൊ ഒന്ന് രണ്ട് ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ച ഒന്ന് രണ്ട് വിഷയങ്ങൾ സൂചിപ്പിക്കണം ഉദ്ദേശിച്ച ഒന്ന് രണ്ട് വിഷയങ്ങൾ അത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറയാം. അതായത് ഒന്ന് ആ സൂഖുമായി ബന്ധപ്പെട്ട് ഫൈസൽ ഉസ്താദ് ഒന്നുകൂടി വിശദീകരിച്ച് നന്നായി. അപ്പോൾ ആൾക്കാർക്ക് എന്റെ സംസാര രീതിയിൽ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാക്കാനും ഒരു എളുപ്പമാണ് എന്തായാലും പോയിന്റുകൾ ഒന്നുകൂടി പറഞ്ഞത്. അപ്പൊ ആ സൂക്കിനെ കുറിച്ച് പറഞ്ഞെടുത്തൊരു വിഷയം, നബിസല്ലല്ലാഹു സൂക്കിന് വലിയൊരു പ്രത്യേകത. നിമിത്തങ്ങള് മറ്റൊരു കാര്യം വളരെ പ്രധാനമായും പറഞ്ഞെന്താണ്, സൂക്കില് ആളുകൾ കച്ചവടം ചെയ്യാൻ വന്ന് ഇറങ്ങിയ ആള് മറ്റുള്ള സ്ഥലത്തു നിന്ന് ആൾക്കാര് പിന്നെ സാധനങ്ങളുമായിട്ട് സൗണ്ട് പോയോ? സൗണ്ട് പോയിട്ടുണ്ടോ? സൗണ്ട് ലോ ആണ്. ഒരു മിനിറ്റ്. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ സൗണ്ട് ഓക്കെ ആണോ? ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, മാർക്കറ്റിലേക്ക് പുറത്തു നിന്ന് ആളുകൾ വരുമ്പോ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് പുറത്തു നിന്ന് ആളുകള് മാർക്കറ്റിലേക്ക് വരുമ്പോ അവരെ വഴി പോയി കണ്ടിട്ട് സാധനം വാങ്ങാൻ പാടില്ല. അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഈ മദീനയിലെ സൂക്കിലേക്ക് കച്ചവടത്തിനായി ആളുകൾ വരുമ്പോ ചില ആളുകൾ കുറച്ച് ദൂരത്ത് തന്നെ അവിടെ പോയി കണ്ട് അവർക്ക് അപ്പോ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ഈ വരുന്ന ആളുകൾക്ക് മദീനയിലെ മാർക്കറ്റിന്റെ കാര്യങ്ങളും അതിന്റെ രീതികളും ഒന്നും അവർക്ക് അറിഞ്ഞോളുന്നില്ല. അപ്പൊ സ്വാഭാവികമായും അവരെ പറ്റിച്ചുകൊണ്ട് അവർക്ക് കുറഞ്ഞ വിലക്ക് മേടിച്ചിട്ട് കൂടുതൽ വിലക്ക് വിൽക്കാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം ഒരു രീതിയിൽ. അതല്ലെങ്കിൽ അത് ഒന്നിച്ച് അവിടുന്ന് വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം സമൂഹത്തിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാം, പല രൂപങ്ങളുണ്ടാകാം. അപ്പൊ ഈ ആളുകളെ വഞ്ചിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി നിമിത്തങ്ങൾ പറഞ്ഞു, ഒരിക്കലും ആളുകളെ വഴി പോയി വെച്ച് കണ്ട് നിങ്ങൾ സാധനം വാങ്ങുന്നത്, അവര് അവിടെ വരട്ടെ, അവർ എന്നിട്ട് അത് വിൽക്കട്ടെ. വിൽക്കുമ്പോൾ അവരെത്രയ്ക്കാ വിൽക്കുന്നതനുസരിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ വില നിർണ്ണയത്തെ കുറിച്ച് പറഞ്ഞ വിഷയത്തിന്റെ ഒരു ഭാഗം കൂടിയാണത്. മാർക്കറ്റിൽ എങ്ങനെയാണോ വിൽക്കുന്നത് അവരുടെ സ്വാഭാവികമായി കുറച്ച് വിലക്കാണ് വിൽക്കുന്നതെങ്കിൽ സമൂഹത്തിന് എല്ലാവർക്കും അതിന്റെ ഗുണം കിട്ടട്ടെ എന്നൊരു രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. നബിയുടെ മാർക്കറ്റിന്റെ മദീനയിലെ മാർക്കറ്റിന്റെ വലിയൊരു പ്രത്യേകത കൂടിയായിരുന്നു അത്. അതുപോലെ തന്നെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയങ്ങളുണ്ടായിരുന്നു, മനസ്സിൽ പോയി ഇൻഷാ അല്ലാഹ് ഓർമ്മ വേണമെങ്കിൽ പറയാം. ഇപ്പോ ചോദിച്ചത് നമ്മുടെ ജാഫർ സാഹിബ് ചോദിച്ചിരിക്കുന്നത് ഖിറാദിനെ കുറിച്ചാണ്. നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഖിറാദ് എന്ന് പറഞ്ഞിട്ട് ഒരു രീതിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ കച്ചവട രീതികളിൽ വിവിധ രൂപങ്ങളുണ്ട്.
ഖിറാല്, മുഷാറക്കത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവിധ പാർട്ട്ണർഷിപ്പ് രൂപങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പാർട്ണർഷിപ്പിന്റെ ഒരു രൂപമാണ് ഖിറാല് എന്ന് പറയുന്നത്. അതിന് ഇപ്പോഴത്തെ ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ ടേമിൽ മുലാറബ എന്നാണ് ഉപയോഗിക്കാറ്. മുലാറബ, മീമുല്ലാദ് അലിഫ് റാബ, മുലാറബ എന്നാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ ഇസ്ലാമിക് ബാങ്ക് രീതികളിലൊക്കെ അതിന് മുലാറബ എന്നാണ് പറയാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സ്ഥാനവുമായി പോയപ്പോ ഈ അടിസ്ഥാനത്തിലാണ് പോയിരുന്നത്. മുലാറബ അടിസ്ഥാനത്തിലാണ് കച്ചവടം നടത്തിയിരുന്നത്. എന്ന് പറഞ്ഞാല് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കച്ചവടം നടത്താനുള്ള സാധനങ്ങൾ നൽകി, എന്നിട്ട് അതിന്റെ ലാഭം വീതിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് അല്ലാതെ നിശ്ചിത കൂലിക്ക് വേണ്ടിയിട്ടല്ല നബി പറഞ്ഞത്. നബി അതിലെ ഒരു മുലാരിബായി അല്ലെങ്കിൽ മറ്റൊരാളുടെ മുതൽ ഉപയോഗിച്ച് ഒരു പ്രത്യേക നിശ്ചിത ലാഭത്തിന് വേണ്ടി ഒരാൾ കച്ചവടം ചെയ്ത രൂപം അതായിരുന്നു നബി ചെയ്തിരുന്നത്. അപ്പോ ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. എന്താണ് ഖിറാൽ എന്ന് പറഞ്ഞാൽ, എല്ലാവരുടെയും മനസ്സിലാകാത്ത ആളുകളുടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക കച്ചവട രീതിയിലെ ഖിറാൽ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് രീതിയിലെ ഖിറാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിക്കാം. അതായത് ഒരാള് മുതലിറക്കുന്നു, മറ്റൊരാള് അതുകൊണ്ട് കച്ചവടം നടത്തുന്നു. അതാണ് ഖിറാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും വർക്കിംഗ് പാർട്ണർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കച്ചവടം നടത്തിപ്പില് ഈ പൈസ ഇറക്കിയ ആൾക്ക് ബന്ധം ഉണ്ടാവില്ല. അയാൾ അങ്ങനെയല്ല, പൈസ ഇറക്കിയ ആളെ നടത്താൻ യാതൊരു ബന്ധമില്ല, വെറും കാശ് കൊടുക്കുക മാത്രമാണ്. ഉദാഹരണമായിട്ട് ഒരാൾ 1,00,000 റിയാല് ഒരാൾ 1,00,000 റിയാല് മറ്റൊരു ആൾക്ക് കൊടുത്തിട്ട് അയാളെ കൊണ്ട് കച്ചവടം നടത്തിക്കുന്നു, ലാഭം ഇവർ തമ്മിൽ വീതിച്ചെടുക്കുന്നു. അതാണ് മുലാറബയുടെ ഖിറാലിന്റെ രീതി. 2 നിബന്ധനകളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഖിറാൽ എന്ന് പറയുന്നത് ഈ കച്ചവടം ഇവിടെ 2 ആളുകളാണ് ഒന്നുള്ളത്. ഒന്ന് ഈ പൈസ ഇറക്കിയ ആള്, അതായത് മുതലാളി, അതിന് അറബിയിലെ റബ്ബുൽ മാൽ എന്ന് പറയും. മുതലാളി, പൈസ ഇറക്കിയ ആൾ റബ്ബുൽ മാൽ. മറ്റൊന്ന് ഈ ഖിറാൽ നടത്തിയ ഖിറാൽ നടത്തുന്ന ആ വ്യക്തി, മുലാരിബ് എന്നാണ് ഇസ്ലാമിക് ബാങ്കിങ് ടൈംസിലൊക്കെ ഉപയോഗിക്കുക. മുലാരിബ് എന്നാണ്, മുലാരിബായ മുലാറബ നടത്തുന്ന വ്യക്തി മുലാരിബ്. ഈ 2 റബ്ബുൽ മാലും മുലാരിബുമാണുള്ളത്. ഇവിടെ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ഇവിടെ ലാഭം വീതിക്കപ്പെടേണ്ടത്, നഷ്ടം വീതിക്കപ്പെടേണ്ടത് അതിനെ സംബന്ധിച്ച നിയമങ്ങള്. ഒന്ന്, ലാഭം നിശ്ചയിക്കപ്പെടേണ്ടത് അവർ തമ്മിൽ പരസ്പരം അംഗീകരിച്ച ഒരു പെർസെന്റേജ്, നിശ്ചിത സംഖ്യ പറ്റൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റബ്ബുൽ മാലും മുലാരിബും നിശ്ചിത സംഖ്യ പറ്റൂല. എത്രയാണോ പെർസെന്റേജ്, ഇവർക്ക് എന്ത് പറയാം, ഇതിൽ ലാഭത്തില് 50% ഈ പൈസ ഇറക്കിയ മുതലാളിക്കും 50% ഈ കാശ് ബിസിനസ് ചെയ്ത ആ വ്യക്തിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 25% കാശ് ഇറക്കിയ റബ്ബുൽ മാലിനും 75% പൈസ കൊണ്ട് ബിസിനസ് അതിന്റെ വർക്ക് നടത്തുന്ന വ്യക്തിക്ക്. നേരെ തിരിച്ചു ആക്കാം, 75% റബ്ബുൽ മാലിന്, അതായത് കാശ് ഇറക്കിയ വ്യക്തിക്ക്, 25% ഈ വർക്ക് ചെയ്ത മുലാരിബിന്. ഇങ്ങനെ പല രൂപത്തിൽ അവർ തമ്മിലുള്ള കോൺട്രാക്ട് ആക്കാം. അതായത് ലാഭം വീതം വെക്കേണ്ടത് ഇവർ തമ്മിൽ പരസ്പരം കരാറായ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിലാകണം, ലാഭത്തിന്റെ ശതമാനം. അല്ലാതെ ഇത്ര എമൗണ്ട് എന്ന് പറയാൻ പാടില്ല. നഷ്ടം നേരത്തെ ജാഫർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ തന്നെ നഷ്ടം റബ്ബുൽ മാലിനാണ്. റബ്ബുൽ മാൽ, അതായത് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം മുഴുവൻ വഹിക്കേണ്ട ബാധ്യത ധനം ഇറക്കിയ ആൾക്കാണ്. കാരണം അയാളാണ് ധനം ഇറക്കിയത് കൊണ്ട് തന്നെ അയാൾ മൊത്തം നഷ്ടം വഹിച്ചേ പറ്റൂ. ഇയാൾക്ക് നഷ്ടമാകുന്നത്, അതായത് ഈ ജോലി ചെയ്ത ആ പാർട്ട്ണർക്ക് അയാളുടെ ജോലി മുഴുവൻ നഷ്ടപ്പെട്ടു. കാരണം അയാൾക്ക് ഒരു ലാഭവും കിട്ടുന്നില്ല. അയാൾ ഇത്രയും നാൾ എന്തൊക്കെ വർക്ക് ചെയ്തോ ആ ചെയ്ത വർക്കിനൊന്നും അയാൾക്ക് ഒരു പൈസയും കിട്ടുന്നില്ല. അപ്പൊ അയാൾക്ക് നഷ്ടമാണത്. അയാൾ ചെയ്ത അത്രയും നാൾ ചെയ്ത പണി മുഴുവൻ അയാൾക്ക് നഷ്ടപ്പെടുന്നു. അപ്പൊ അയാൾക്ക് നഷ്ടപ്പെടുന്ന അയാളുടെ ജോലിയുടെ കൂലി നഷ്ടപ്പെടുന്നു. മറ്റേ ആൾക്ക് അയാളുടെ ഇറക്കിയ മുതലിന് നഷ്ടം വരുന്നത് നഷ്ടപ്പെടുന്നു. അതേസമയം ഒരു കാര്യം സൂക്ഷിക്കേണ്ടത്, ഇയാളുടെ ഭാഗത്ത് നിന്ന് സാധാരണഗതിയിൽ ഒരു കച്ചവടക്കാരൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഈ മുലാരിബായ വ്യക്തിയുടെ ഭാഗത്തു നിന്നും അയാളുടെ വീഴ്ച കൊണ്ട് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വതന്ത്രമായി വിലയിരുത്തപ്പെടേണ്ടതാണ്. അപ്പൊ അയാൾക്ക് നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടം പകവെച്ചു കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനായിരിക്കും. അയാളുടെ വീഴ്ച കൊണ്ട്, സാധാരണ കച്ചവടത്തിനുള്ള നഷ്ടത്തിനപ്പുറം ഇയാളുടെ വീഴ്ച കൊണ്ട് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം പകവെച്ചു കൊടുക്കാൻ, അയാളുടെ വീഴ്ച കൊണ്ടുണ്ടായ നഷ്ടം പകവെച്ചു കൊടുക്കാൻ മുലാരിബായ വ്യക്തി ബാധ്യസ്ഥനാണ്. അല്ലാതെ നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ നഷ്ടം മുഴുവനും റബ്ബുൽ മാലിനാണ്. ഇയാൾക്ക്
പിന്നെ അയാൾക്ക് എത്രയാണോ അയാൾക്ക് പറഞ്ഞ ലാഭം ആ ലാഭം അയാൾ കിട്ടാതെ പോകുന്നു, അത് തന്നെ അയാൾക്ക് നഷ്ടമാണ്. അല്ല അയാൾ പ്രത്യേക സംഖ്യ എടുക്കേണ്ട ആവശ്യം, നഷ്ടം ഇയാൾക്ക് നികത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ലാഭം പ്രത്യേക എമൗണ്ടായി കണക്കാക്കാൻ പറ്റൂല. അങ്ങനെ നിശ്ചയ ലാഭം കണക്കാക്കിയിട്ട് എല്ലാ മാസവും 500 റിയാല് ലാഭമായിട്ട് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താൽ അത് ഫാസിദായി മാറും. അവിടെ ചെയ്യേണ്ടത് എത്രയാണോ കാശായിട്ട്, എത്രയാണോ ലാഭത്തിന്റെ ശതമാനം എത്രയാണോ നിശ്ചയിക്കുന്നത് ആ നിശ്ചിത ശതമാനം ലാഭമാണ് ഇയാൾക്കുമായി പങ്കുവെക്കേണ്ടത്, അല്ലാതെ നിശ്ചിത എമൗണ്ട് അല്ല എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ ചട്ടിയെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ അതുകൂടി ഒന്ന് ഏതായാലും വളരെ ഗൗരവമുള്ള ഓരോ വിഷയങ്ങൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. പേടിയാകുക, എന്താ അത്ഭുതവും പേടിയും എന്തൊക്കെയാ തോന്നുന്നത് പറയാൻ പറ്റില്ല. എങ്ങനെ മനുഷ്യന്മാർക്ക് ഇതിനൊക്കെ സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആ വിഷയം സംസാരിക്കാൻ ഉദ്ദേശിച്ചല്ല, പക്ഷെ ആ വിഷയം അങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഒരു വാക്ക് പറയാതിരുന്നാൽ അത് എന്റെ മനസ്സാക്ഷിയോട് ചെയ്ത് തെറ്റാവെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അത് അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ എന്തോ വളരെയധികം അത്ഭുതവും പേടിയും പലതും തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിലുള്ള ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവൂലേ, അവർ അവർക്ക് അള്ളാഹുവിനൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാരാണോ ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർ? അല്ലാതെ വെറും കേവലം ഒരു പ്രശ്നങ്ങൾ മാത്രമല്ല, അള്ളാഹുവിൽ തന്നെ വിശ്വാസമില്ലാത്ത ആൾക്കാരാണോ ഇവര് എന്നൊക്കെ ഭയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അതൊക്കെ അതിന് വേദങ്ങളിൽ ചർച്ച ചെയ്യും, ചർച്ച നടക്കട്ടെ, അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. ഇപ്പോ പറഞ്ഞു വരുന്നത് ഖിറാദിനെ കുറിച്ചാണ്. ഖിറാദ് നിർബന്ധമായും ഖിറാദ് ലാഭം പങ്കുവെക്കേണ്ടത് അവർ തമ്മിൽ പരസ്പരം ധാരണയായ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നഷ്ടം ധനത്തിൽ നിന്ന് സംഭവിച്ച നഷ്ടം പൂർണ്ണമായും കാശിറക്കിയ ആൾക്ക് റബ്ബുൽ മാലിനുള്ളതാണ്. അയാൾക്ക് അത്ര നഷ്ടം വരുമ്പോൾ ഇയാൾക്ക് അയാൾ ലാഭം കിട്ടാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് ജോലിക്ക് നഷ്ടം സംഭവിക്കുന്നു. ഇൻ കേസ് ശതമാനം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ശതമാനം ഇത്ര ശതമാനം എമൗണ്ട് നിങ്ങൾക്ക് ലാഭം തരും എന്ന് പറഞ്ഞുകൊണ്ടല്ല ഖിറാദ് തുടങ്ങിയിട്ടുള്ളത് എങ്കിൽ അയാളെ പോലുള്ള വ്യക്തി ആ ജോലി ചെയ്താൽ എത്രയാണോ ശമ്പളം കിട്ടുക അത്രയും രൂപ കൊടുക്കാൻ ഇയാള് ബാധ്യസ്ഥനാണ്. അങ്ങനെ പ്രത്യേക ലാഭം പറഞ്ഞിട്ടില്ലെങ്കിൽ അതാണ് ഇത് സംബന്ധിച്ച നിയമങ്ങൾ. കൂടുതൽ സംശയം അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ജാഫറിന് റിലീസ് ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും. ജാഫർക്കാക്ക് ഉണ്ടോ ചോദിക്കാണ്ടോ? പിന്നെ ഞാൻ ചെറിയ ഒരു ചോദ്യം, നാട്ടില് സാധാരണ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ചും അതുപോലെ ഈ കാരുണ്യ പദ്ധതിയെ കുറിച്ചും അതിന്റെ ഒരു ഇസ്ലാമിക മാനം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടായി. ആരോഗ്യ ഇൻഷുറൻസ് നാട്ടിലുള്ള സാധാരണഗതിയിലുള്ള ഇൻഷുറൻസ് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഇൻഷുറൻസിന് മേടിക്കുന്ന തുക അവരെവിടെ നിക്ഷേപിക്കുന്നു എന്നുള്ളതൊരു വിഷയമാണ്. മിക്കവാറും ഇൻഷുറൻസിന്റെ എമൗണ്ടുകളൊക്കെ നിക്ഷേപിക്കപ്പെടുന്നത് പലിശ ബാങ്കുകളിലാണ്. പലിശ ബാങ്കിന്റെ ഓഹരികളിലും മറ്റും നിക്ഷേപിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്തുന്ന അത് ഉപയോഗപ്പെടുത്തുന്ന അതിന്റെ മസ്റഫ് അത് ഹറാമാണ്. രണ്ടാമതായി അതിൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് പോലത്തെ സാധാരണഗതിയിലുള്ള ട്രഡീഷണൽ ഇൻഷുറൻസുകളിൽ വ്യക്തിയും കമ്പനിയും തമ്മിലുള്ള കോൺട്രാക്റ്റിലും ഹൊറർ, ഇസ്ലാം നിരോധിച്ച ഹൊറർ, വഞ്ചന എന്ന് പറയുന്ന അല്ലെങ്കിൽ അൺസർട്ടനിറ്റി എന്നൊക്കെ പറയുന്ന അനിശ്ചിതത്വത്തിന്റെ ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട്. ഉദാഹരണമായി ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് ഇയാൾക്ക് എമൗണ്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇയാൾക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇയാൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടാകുന്നുണ്ട് അവിടെ. അപ്പൊ അത്തരം ഒരു രീതിയിലുള്ള ഇൻഷുറൻസ് സംവിധാനത്തെ ഇസ്ലാം നിരാകരിക്കുന്നു. അതേസമയം ഇസ്ലാമിക തക്കാഫലിന്റെ അടിസ്ഥാനത്തിൽ അതിന് ബദീലായി, അതിന്റെ ആൾട്ടർനേറ്റീവായിട്ട് വിവിധ രൂപങ്ങൾ ഇസ്ലാമിക പണ്ഡിതന്മാരെ വികസിപ്പിച്ചിട്ടുണ്ട്. അത് പല നാടുകളിലും അത്തരം രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതില് അവർ തമ്മിലുള്ള കോൺട്രാക്ടിന്റെ രീതിയിലാണ് വ്യത്യസ്ത രീതികളുണ്ട്. വിശദമായി സംസാരിക്കേണ്ട കാര്യമാണ്, അതിലേക്ക് പോകുന്നില്ല. പക്ഷെ നിലവിലുള്ള ഇസ്ലാമിക നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇൻഷുറൻസ് രീതിയിൽ ഇത്തരം ഈ 2 പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ അതിനെ ഹറാമായിട്ട് തന്നെ കാണേണ്ടി വരും. കാരുണ്യ പദ്ധതി കൃത്യമായി എന്താണെന്ന് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു.
അസ്സലാമു അലൈക്കും. ഉസ്താദ് നിയാസുദ്ദീൻ ഉസ്താദിനോട് ഈ ആരോഗ്യ ഇൻഷുറൻസിന്റെ കാര്യം അദ്ദേഹം ചോദിച്ചു. ഇപ്പോൾ നാട്ടിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് സർക്കാർ വക സൗജന്യം ഇൻഷുറൻസ് ആണ്. അതിന് നമ്മൾ പണം ഒന്നും അടക്കേണ്ടതില്ല. നമ്മൾ വർഷത്തിൽ അത് പുതുക്കുക, അതിന്റെ സമയമാകുമ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കുക, വിരലടയാളം കൊടുക്കുക, നമ്മുടെ ഫോട്ടോ എടുത്ത് കാർഡ് വാങ്ങുക എന്നുള്ള ആ ഒരു പണി മാത്രം നമ്മൾ ചെയ്താൽ മതി. ബാക്കിയൊക്കെ സർക്കാർ വക സൗജന്യമാണ്. അപ്പോ ഉസ്താദ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് പണം അടച്ചിട്ട് മാസത്തിൽ നിശ്ചിത സംഖ്യ അല്ലെങ്കിൽ കൊല്ലം നിശ്ചിത സംഖ്യ അടച്ചിട്ട് ഇൻഷുർ കിട്ടുന്ന കാര്യമായിരിക്കാം. പക്ഷെ ഇപ്പോ അദ്ദേഹം ചോദിച്ച ഈ ആരോഗ്യ ഇൻഷുറൻസ്, നാട്ടിലെ കിടക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ്, അത് സർക്കാർ വക സൗജന്യമായിട്ട് നമുക്ക് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതാണ്. ഹോസ്പിറ്റലുകളിൽ പോലെ കിട്ടുന്ന ഇൻഷുറൻസ്. അത് പിന്നെ കാരുണ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ കാരുണ്യ അത് ലോട്ടറിയാണ്. അത് നമ്മൾ ലോട്ടറി എടുക്കുകയാണ്. അത് LIC അല്ല, അദ്ദേഹം ചോദിച്ചത് ആരോഗ്യ ഇൻഷുറൻസിനാണ്, നാട്ടിൽ നടക്കുന്ന ആരോഗ്യ ഇൻഷുറൻസാണ്. പിന്നെ കാരുണ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ ലോട്ടറിയാണ്, കേരള സർക്കാരിന്റെ ലോട്ടറിയാണ്. ആ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ആ ലോട്ടറിയുടെ ലാഭത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം കാരുണ്യ സേവനങ്ങൾക്ക്, അതിന് രോഗികൾക്ക് സർക്കാർ ചെലവഴിക്കുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിലെ ശരിയായ ലോട്ടറി, ഇപ്പം നടക്കുന്ന ലോട്ടറി എന്താണോ ആ ലോട്ടറി തന്നെയാണ് ആ സംവിധാനം. മറ്റേ ആരോഗ്യ ഇൻഷുറൻസ് അത് സർക്കാർ വക സൗജന്യമാണ്. അതിലേക്ക് നമ്മൾ അങ്ങോട്ട് ഒന്നും അടക്കേണ്ടതില്ല. ഓക്കെ, മൈക്കിൾ. അസ്സലാമു അലൈക്കും. നമ്മള് പിന്നെ അങ്ങനെ ഒരു ഗവൺമെന്റ് കാശ് ഇറക്കിയിട്ട് ആ ഗവൺമെന്റ് ക്യാഷ് കൊണ്ട് കൊടുക്കുന്ന ഇൻഷുറൻസ് ആണെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വർക്ക് എന്ന നിലയിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. അതല്ല നമ്മൾ കാശ് മുടക്കി പിന്നെ ഇത്തരം ഒരു കോൺട്രാക്ട് ഏർപ്പെട്ട് കൊണ്ടാണെങ്കിൽ അത് പറ്റൂല. അപ്പൊ ഗവൺമെന്റ് അതിലുള്ള ആ ഇൻഷുറൻസ് ആണെങ്കിൽ തന്നെ അതിൽ മറ്റൊരു വിഷയം, ഒന്ന് നമ്മുടെ നാട്ടില് രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക് ഫൈനാൻസ് വികസിച്ചിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ വികസിച്ചു വരാത്തത് കൊണ്ട് തന്നെ അത്തരം അടിയന്തര ഘട്ടങ്ങളിൽ നമുക്ക് മറ്റ് ഇൻഷുറൻസ് ഉപയോഗിക്കേണ്ടി വരും. അത് ഓരോരുത്തരുടെയും വ്യക്തികളുടെ സാഹചര്യം അനുസരിച്ചാണ് അതിന്റെ നിയമം വരുന്നത്. അത്തരം ഇൻഷുറൻസുകൾ, നാട്ടിലെ ഇൻഷുറൻസ്, ഇസ്ലാമിക് ബാങ്കിങ്ങും മറ്റുള്ള ഇൻഷുറൻസ് കാര്യങ്ങളും വരാത്ത ഒരു അവസ്ഥയിൽ, വളരെ നിർബന്ധമായ അവസ്ഥയിൽ ഒരാൾക്ക് സ്വീകരിക്കേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഉണ്ടാകാം. അത് വ്യക്തിയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിന്റെ നിയമങ്ങൾ മാറി വരും. അതിൽ തന്നെ ഇപ്പോൾ ഗവൺമെന്റിന്റെ ഇൻഷുറൻസ് തന്നെ ഗവൺമെന്റ് അത് ചെയ്യുന്ന രീതി എന്താണ്? ഗവൺമെന്റ് ഇൻഷുറൻസ് കമ്പനിക്ക് കാശ് കൊടുത്തിട്ട് അവര് പിന്നെ പലിശ ബാങ്കുകളിലാണ് നിക്ഷേപിച്ചിട്ട് അതിൽ കിട്ടുന്ന ലാഭമാണ് അതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ എവിടെ നിന്നാണ് ഈ പണം ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ കൂടി അടിസ്ഥാനത്തിലേ അതിന്റെ നിയമം പറയാൻ പറ്റുകയുള്ളൂ. ഗവൺമെന്റ് അത് ഉദ്ദേശിക്കുന്നത് ശരിയാണ്. അത് ആ ഗവൺമെന്റ് സാമ്പത്തികമായി നിൽക്കുന്നവർ ഗവൺമെന്റ് കൊടുക്കുന്നത് നമുക്ക് നിങ്ങൾ പറയുന്നത് കൃത്യമാണ്. എന്നാൽ പോലും അതിന് ഉപയോഗിക്കുന്ന പണം ഗവൺമെന്റിന് പൂർണ്ണമായും ഗവൺമെന്റിന് കൊടുക്കുന്ന ആ പണത്തിൽ നിന്ന് മാത്രമാണ് എങ്കിൽ ആ പറയുന്നതിന് കുഴപ്പമില്ല. അതേസമയം അത് ഗവൺമെന്റ് പിന്നെ പലിശ ബാങ്കിൽ നിക്ഷേപിക്കുക, പലിശയായിട്ട് ഉപയോഗപ്പെടുത്തുകയും പലിശയായിട്ട് അതിനെ പലിശയ്ക്ക് വേണ്ടിയിട്ടും പലിശ കൊടുക്കാൻ വേണ്ടിയിട്ടും ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ കിട്ടുന്ന പലിശയുടെ എമൗണ്ട് ഇതിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അത് തെറ്റായി വരും എന്നൊരവസ്ഥയുണ്ട്. അപ്പോ അതേസമയം അതൊരു സഹായം, അതല്ലാതെ മറ്റൊരു വഴിയില്ലാത്തവരാണ് സഹിയാവും. അതേസമയം സ്വന്തമായി ചികിത്സിക്കാനും മറ്റു കഴിവുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ അത് അംഗീകരിക്കാനും കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ളൊരു പിന്നെ എവിടെ നിന്നാണ് ഈ പണത്തിന്റെ മസ്തർ എന്നുള്ളത് പ്രധാന വിഷയമാണ്. അതുകൂടി അതിൽ പരിഗണിക്കണം. പിന്നെ ലോട്ടറി ആണെങ്കിൽ കാരുണ്യപദ്ധതിയെ കുറിച്ച് പറഞ്ഞ ലോട്ടറി ആണെങ്കിൽ തീർച്ചയായും തെറ്റ് തന്നെയാണ്. ലോട്ടറിക്ക് ഇസ്ലാമിലെ നമുക്ക് ന്യായീകരണം കണ്ടെത്താൻ സാധ്യമല്ല. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കാമോ? ഹലോ. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ ഒരാള് സാമ്പത്തികമായിട്ട് വളരെ കുടുങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് ഒരാളെടുത്ത് കാശ് ചോദിച്ചു, അത്യാവശ്യമായിട്ട് പൈസ ചോദിച്ച്, അദ്ദേഹം പൈസ തന്ന് ആ പൈസ കൊണ്ട് ഞാൻ എന്റെ ബുദ്ധിമുട്ട് തീർന്നു. ആ സമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മൾ സന്തോഷപ്രകാരം ഒരു സംഖ്യ, നമ്മളെ ഒരു സന്തോഷപ്രകാരം ഒരു സംഖ്യ അയാൾക്ക് കൂടുതൽ കൊടുത്താൽ അത് പലിശയായിട്ടാണോ അതോ അതിനെ എങ്ങനെയാണ് ഇസ്ലാമികപരമായിട്ട് അതിനൊരു നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു? ഇത്രയും നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
സമീർ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അങ്ങനെ കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. സ്വമനസ്സാൽ ഒരാൾ നൽകുകയാണെങ്കിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്, അയാൾക്ക് കൂലി കിട്ടും. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൊടുക്കുന്നവരൊക്കെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുമുണ്ട്. അങ്ങനെ വാങ്ങിയതിനേക്കാൾ കൂടുതൽ വില കൂടിയതോ അല്ലെങ്കിൽ വില ഇതായതോ കൊടുക്കുകയും അത് വളരെ അഹ്സനായി എന്ന് പറഞ്ഞതായിട്ട് ഹദീസുകളിൽ അത്തരം പരാമർശങ്ങൾ വന്നിട്ടുമുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം കൊടുത്തതായിരിക്കണം, ഒരിക്കലും അത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത് മറ്റയാൾ തന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ സ്ഥിരമായിട്ട് ഇന്ന കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും എന്നുള്ളൊരു ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാരെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നമ്മൾ സ്വാഭാവികമായും കൊടുത്തു, അദ്ദേഹത്തിന് അത് കിട്ടിയ പൈസ ഒരുപാട് കിട്ടിയതുകൊണ്ട് അദ്ദേഹം സന്തോഷം കൊണ്ട് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്, നല്ല കാര്യം തന്നെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ LICയുടെ ഒരു ഷെയർ മാർക്കറ്റിനെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പൊ അതിൽ മുസ്ലിമായിട്ടുള്ള ഒരാളാണ് ക്ലാസ് എടുത്തിരുന്നത്. അപ്പൊ അദ്ദേഹം അതിനെ ന്യായീകരിച്ചുകൊണ്ടൊക്കെ പറഞ്ഞത് റസൂലിന്റെ കാലത്ത് തന്നെ ഇത്തരം കൂട്ടായ്മകളിലൂടെ ഫണ്ട് ശേഖരിച്ചിരുന്നു ബൈത്തുൽ മാൽ എന്ന പേരിൽ. അതിൽ നിന്ന് ലാഭവീതം ജനങ്ങൾക്ക് അന്നത്തെ അതിൽ ഷെയർ എടുത്തവർക്ക് വീതിച്ചു കൊടുത്തിരുന്നു. അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ഉപയോഗിക്കുക നിങ്ങൾ ചോദിച്ചപ്പോൾ അത് പലവിധ ബിസിനസ് കാര്യങ്ങളിലേക്കും ഞങ്ങളത് ഇറക്കി വിടും, അതിൽ നിന്നുള്ള ലാഭമാണ് നിങ്ങൾക്ക് തരിക എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെ നാടിനെ സംബന്ധിച്ചിപ്പോ കൂടുതൽ ഇസ്ലാമിക രാജ്യമല്ലല്ലോ ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോ ഹറാമായ വഴികളുണ്ടാവും, നല്ല വഴികളുണ്ടാവും. ഏത് ബിസിനസ്സിലേക്കാണ് ഈ പൈസ ഇവർ ഇറക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല. എന്നാൽ നമുക്ക് അതിന്റെ ചെറിയൊരു വിഹിതം ലാഭമായിട്ട് കിട്ടുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് അത്തരം ഷെയർ മാർക്കറ്റുകൾ അതുപോലെയുള്ള കമ്പനികളിൽ നിന്ന് എടുക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലി ഷെയർ മാർക്കറ്റിനെ കുറിച്ചാണ് ചോദിച്ചത്. ഷെയർ മാർക്കറ്റ്, ഷെയർ അത്തരം കമ്പനികളെ ഷെയർ എടുക്കാൻ പറ്റുമെന്നാണോ അതല്ല ഇൻഷുറൻസ് കമ്പനി ഷെയർ ആണോ എന്താ ചോദിച്ചത്? ഓക്കെ. ഓരോ കമ്പനികളുടെ ഷെയർ എടുക്കാം. കമ്പനികൾ പല ഷെയറുകൾ പല രൂപത്തിൽ ഇറക്കുന്നുണ്ട്, അങ്ങനെ എടുക്കാൻ പറ്റുമോ? അതായത് അല്ല, ഷെയർ മാർക്കറ്റ് നിങ്ങൾ എനിക്ക് പറഞ്ഞ നിങ്ങളുടെ സംസാരത്തിലേക്ക് മനസ്സിലായത് LIC ആണെങ്കിൽ അത് LIC എന്നുള്ള ഇൻഷുറൻസിന്റെ ഒരു രൂപമാണല്ലോ, അവർ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഷുറൻസ് LIC പോളിസികൾ മിക്കവാറും അവരുടെ നിക്ഷേപങ്ങള് ഫിക്സഡ് റിട്ടേൺ ഉള്ളതിലാണ്. കാരണം മാർക്കറ്റിൽ രണ്ട് തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവും ഈ സാമ്പത്തിക രംഗത്ത്. രണ്ട് തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. ഒന്ന് ഫിക്സഡ് റിട്ടേൺ ഉള്ള നിർബന്ധമായും റിട്ടേൺ കിട്ടുന്ന പ്രൊഡക്ട്സുകൾ ഉണ്ട്. മറ്റൊന്ന് ലാഭത്തിനും നഷ്ടത്തിനും അനുസരിച്ച് വരുന്ന പ്രൊഡക്ട്സും ഉണ്ട്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റ് ഇത്തരത്തിലുള്ള LICകളും ഗവൺമെന്റ് പെൻഷൻ പദ്ധതികളും മറ്റുള്ളതൊക്കെ അവർ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. സ്വാഭാവികമായും ലാഭവും നഷ്ടവും വരാൻ സാധ്യതയുള്ള ഇതിൽ അവർ നിക്ഷേപിക്കുക വളരെ കുറവായിരിക്കും. അതിൽ റിട്ടേൺ വരുവാണെങ്കിൽ ഒരുപാട് റിട്ടേൺ വരും, അതേസമയം നഷ്ടവും സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം പദ്ധതികൾ അവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഭാഗം പോർട്ട്ഫോളിയോ എന്ന് പറയാം, പകുതി ഇങ്ങോട്ടും പകുതി അങ്ങോട്ടും തിരിക്കുന്ന സ്വഭാവം ഉണ്ടാകുക. മിക്കവാറും നല്ലൊരു ശതമാനവും അത് പലിശ അടിസ്ഥാനമായ ബാങ്കുകളിലോ പലിശ പ്രൊഡക്റ്റുകളിലോ ബോണ്ടുകളിലെ ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ ഉണ്ടാവും. ഗവൺമെന്റ് പൈസ സ്വരൂപിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യും, നിശ്ചിത വർഷത്തേക്ക് 1 വർഷം 2 വർഷം 5 വർഷം 10 വർഷം കാലാവധി വെച്ചിട്ട് ഗവൺമെന്റ് ബോണ്ടുകൾ അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ വിതരണം ചെയ്യും. അപ്പൊ കടപ്പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1000 രൂപയുടെ വാല്യുള്ള കടപ്പത്രം 1 വർഷം കഴിഞ്ഞാൽ 1200 രൂപയായിട്ട് തിരിച്ചു കിട്ടും എന്നുള്ളൊരു ഉദാഹരണം. 1200 1500 ആവാം എന്താ ഗവൺമെന്റിന്റെ രീതി അനുസരിച്ച്. അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ 2000 ആയി തിരിച്ചു കിട്ടും എന്നൊക്കെയുള്ള ഒരു നിബന്ധന വെച്ചിട്ട് ഗവൺമെന്റുകൾ കടപ്പത്രം ഇറക്കും. അപ്പൊ ഈ കടപ്പത്രങ്ങൾ ഫിക്സഡ് റിട്ടേൺ ആണ്. അപ്പൊ കടപ്പത്രങ്ങളിലാണ് നല്ല ശതമാനം നിക്ഷേപിക്കുന്നത്. മറ്റൊന്ന് ബാങ്കുകളിലാണ്. ബാങ്കുകളുടെ ബാങ്കുകളുടെ നല്ലൊരു ശതമാനവും ലോൺ കൊടുക്കുന്ന പലിശയിൽ നിന്നുള്ള വരുമാനമാണ്. ഇങ്ങനത്തെ പലിശ ഇനത്തിൽ വരുന്ന വരുമാനത്തിലൂടെയാണ് ഇത്തരം പദ്ധതികളുടെ നല്ല ശതമാനവും ചെലവഴിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സാധനത്തിലാണെങ്കിലും നിക്ഷേപിക്കുമ്പോൾ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഇത് ഏതിലാണ് ഇത് ഉപയോഗപ്പെടുത്തുന്ന അറിയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ അറിയാതെ കൊടുക്കാൻ പറ്റൂല, നമ്മൾ അറിയണം.
അപ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനേതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഹറാമായ ഇസ്ലാം ഹറാമാക്കിയ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത്? ഇത്തരം ബാങ്കുകളിലും മറ്റാണോ? അതല്ല. ഇസ്ലാം ഹറാമാക്കി കള്ള് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ടോ? ഇസ്ലാം ഹറാമാക്കിയ രീതിയിൽ നടക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? ഇസ്ലാം ഹറാമാക്കിയ ആയുധ വിൽപ്പന, ഇസ്ലാം ജനങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ആയുധ വിൽപ്പനകള്, പ്രത്യേകിച്ചും മുസ്ലിം സമൂഹത്തിനെതിരായി നടക്കുന്ന ആയുധ വിൽപ്പന കമ്പനികൾ മറ്റുള്ളതൊക്കെ ഉണ്ടാവും, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഇങ്ങനെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇസ്ലാം ഹറാമാക്കിയ മാംസങ്ങള്, പന്നിയിറച്ചി പ്രൊഡക്റ്റുകള്, അത്തരം പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഈ രൂപത്തിലെ ഹറാമായ മാർഗങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു കമ്പനിയുടെ ഷെയർ എടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഷെയറിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു വിശദമായി പറയേണ്ട ഒരു കാര്യമാണ്. ഷെയർ എന്ന് പറയുമ്പോൾ ഷെയർ എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഷെയർ എന്നുള്ള ഇന്നത്തെ രീതിയിലുള്ള ഷെയർ എന്ന സങ്കല്പം തന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഷാഫി മദ്ഹബിന്റെ രീതി അനുസരിച്ച്. കാരണം പണത്തിന് ഒരു കമ്പനിയുടെ ഷെയർ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ രണ്ടു തരം അസറ്റുകൾ ഉണ്ടാവും. ഒരു കമ്പനിക്ക് പലതരം അസറ്റുകൾ ഉണ്ടാവും. അതിൽ പ്രധാനമായിട്ട് അതായത് ലിക്വിഡ് അസറ്റും നോൺ ലിക്വിഡ് അസറ്റും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അസറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണത്തിന്റെ അസറ്റുകൾ. അതൊരു ഒരു കമ്പനിയുടെ ആസ്തിയായി ധനമുണ്ടാകും, ഒരു കമ്പനിയുടെ ആസ്തിയായി വസ്തുക്കൾ ഉണ്ടാകും, പ്രോഡക്റ്റുകൾ ഉണ്ടാകും, കമ്മോഡിറ്റീസ് ഉണ്ടാകും, പലതും ഉണ്ടാകും. ഒരു കമ്പനിയുടെ ഷെയർ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ മൊത്തം ആസ്തികളുടെ ഒരു യൂണിറ്റ് ആണ്, അതിന്റെ മൊത്തം ആസ്തികളിൽ. അപ്പൊ നമ്മളൊരു 100 രൂപയ്ക്ക് 100 റിയാലിന് ഒരു കമ്പനിയുടെ ഒരു ഷെയർ എടുക്കാൻ ആ 100 റിയാലിന് 2 റിയാൽ ആ കമ്പനിയുടെ കയ്യിലുള്ള ബാങ്ക് അക്കൗണ്ടിലെ പൈസയ്ക്ക് തുല്യമാകുന്നു. മറ്റൊരു 10 റിയാല് അവരെ മറ്റു സാധനങ്ങൾക്ക് അവരുടെ പ്രോഡക്റ്റുകൾക്ക് തുല്യമാകുന്നു. ഇങ്ങനെ പലതും ഉണ്ടാകാം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു കമ്പനിയുടെ പലതരം അസറ്റുകളുടെ ഒരു കൂട്ടമാണ് ഒരു കമ്പനിയുടെ ഷെയർ എന്ന് പറയുന്നത്. അതിനെ പ്രതിനിധാനം ചെയ്ത യൂണിറ്റ് ആണ് ഷെയർ എന്ന് പറയുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, മനസ്സിലാക്കാൻ പ്രയാസം എന്തെങ്കിലും ക്ഷമിക്കുക. അപ്പോ അങ്ങനെ ആകുമ്പോ ഷാഫി മദ്ഹബിന്റെ നിയമം അനുസരിച്ച് കാഷിന് പകരം വിൽക്കുമ്പോ ഒരു നിയമമുണ്ട്. കാഷിന് പകരം വിൽക്കുന്ന സമയത്ത് മസലംബി മസലിൻ യദംബി യദിൻ എന്ന് തുടങ്ങുന്ന 3 നിയമങ്ങള്. അത് തുല്യമായിരിക്കണം, സ്ഥലത്ത് വെച്ച് തന്നെ ആയിരിക്കണം, അതുപോലെ തന്നെ ആ മജ്ലിസിൽ വെച്ച് കച്ചവടം പൂർത്തിയാക്കുകയും വേണം തുടങ്ങിയ 3 നിയമങ്ങൾ ബാധകമാണ്. ഈ നിയമം പാലിക്കാതെ കാശിന് പകരം വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഷാഫി മദ്ഹബ് നിയമം. അങ്ങനെ അപ്പൊ കാശല്ലാത്ത ഒരു സാധനം കൂടി ചേർത്തിട്ട് കാശിന് പകരം വിൽക്കാൻ പറ്റുമോ എന്നുള്ള മസല പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുന്നത് ഒരു കൂട്ടം അജ്വ കാരക്കയും, അങ്ങനെ മസ്തല പറയുന്നത് അങ്ങനെയാണ്. അജ്വ കാരക്കയും 1 റിയാലും എടുത്തിട്ട് 2 റിയാലിന് പകരം ഈ 1 റിയാലും അജ്വ കാരയും കൂടി വിൽക്കാൻ പറ്റുമോ എന്നുള്ള മസ്തല ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാര് പറയുന്നത് ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം അനുസരിച്ച് അത് വിൽക്കാൻ പാടില്ല. കാരണം ഇവിടെ 1 റിയാല് മറ്റു സ്ഥലത്തുണ്ട്, ഇവിടെ 2 റിയാലുണ്ട്. അപ്പോ ഈ ഇവിടെ 1/2 റിയാലിന് കാരക്കയും ബാക്കി 1.5 റിയാലിന് പകരം 1 റിയാലും ആകുന്ന അവസ്ഥ വന്നാൽ അത് പലിശയായി മാറും. അതുകൊണ്ട് തന്നെ റിബവിയായ പലിശ വന്നു ചേരുന്ന സാധനങ്ങളും മറ്റുള്ള വസ്തുക്കളും ചേർത്തുകൊണ്ട് അതിന് പകരമായി വിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അന്നേരം സമയങ്ങളിൽ രണ്ടും 2 കച്ചവടമായി നടത്തണം, അല്ല ഒറ്റ കച്ചവടത്തിൽ രണ്ടും പൂർത്തീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം. അതേസമയം ഹനഫി മദ്ഹബിലൊക്കെ അതിൽ വിട്ടുവീഴ്ചയുണ്ട്. ഹനഫി മദ്ഹബ് അനുസരിച്ച് നമുക്ക് ഇങ്ങനെയുള്ള കാശ് അസറ്റും അല്ലാത്തതും കൂടി ചേർന്ന ഒരു യൂണിറ്റിനെ കാശിന് മാത്രമായി വിൽക്കുന്ന കാര്യത്തിൽ ഇളവുണ്ട്, ചെയ്യാൻ പറ്റും. അത് ആ കാശിന് പകരം വിൽക്കപ്പെടുന്നതിലെ വസ്തു വിലയുള്ള വസ്തുവാണെങ്കിൽ അങ്ങനെ വിൽക്കാം എന്നുള്ളതാണ് ഹനഫി മദ്ഹബിന്റെ നിയമം. അപ്പൊ ഹനഫി മദ്ഹബ് നിയമപ്രകാരം മാത്രമേ ഷെയറുകളുടെ ഒരു വിൽപ്പനയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ മറ്റുള്ള ഈ നിബന്ധനകളൊക്കെ പാലിക്കുന്ന കാശുകൾ പലിശ അടിസ്ഥാനത്തിലുള്ള വസ്തുക്കൾ ഉപയോഗപ്പെടുത്താത്ത കമ്പനികളുടെ ഷെയറുകൾ മാത്രമേ ആ അടിസ്ഥാനത്തിൽ പോലും നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. അതിനെയൊക്കെ ഫിൽട്ടർ ചെയ്യുന്ന അത്തരം കമ്പനികളെ കുറിച്ച് ചെയ്യുന്ന ഒരുപാട് കൺസൾട്ടൻസികളൊക്കെ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എത്രമാത്രം കൃത്യമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ച് വിലയിരുത്തി പറയേണ്ടതാണ്. അസ്സലാമു അലൈക്കും. അൽമാറ അവിടെ ഉണ്ടോ? ഒരുപാട് ആളുകൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേഗം മൈക്ക് കൊടുക്കണം. അവിടെ ഉണ്ടെങ്കിൽ എസ് അടിക്ക്, ഞാൻ മൈക്ക് അപ്പ് തരും. നസീർ അവിടെ ഉണ്ടോ?
നിങ്ങൾ മൈക്കെടുക്കും ഇൻഷാദ്. നസീർ ഇത് ഇൻകാട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ട്. ഉസ്താദെ, എന്റെ സംശയം, നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പെൻഷൻ സമ്പ്രദായമുണ്ട്. അതായത് നമ്മൾ 10 വർഷം കൊണ്ട് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ അടച്ചാൽ പിന്നെ ആ കാശിൽ നിന്ന് പിന്നെ 10 വർഷം കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു 45 വയസ്സുള്ള ആളാണ് 55 വയസ്സിൽ നമുക്ക് പെൻഷൻ തരും. അപ്പോ ഏകദേശം പെൻഷൻ തുക എന്ന് പറയുന്നത് 20,000 രൂപയോളം പെൻഷൻ തുകയായിട്ട് നമുക്ക് പിന്നെ 10 വർഷം കഴിഞ്ഞതിന് ശേഷം തരും. പ്ലസ് അതിന്റെ ശേഷം നമ്മുടെ എത്ര ലക്ഷം നമ്മൾ അടച്ചു വെച്ചാൽ അത്രയും ലക്ഷം രൂപയും അതിന്റെ പിന്നെ അവർ ബിസിനസ് ചെയ്ത പ്രോഫിറ്റും നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകുന്നു. 1. 2, പിന്നെ അവര് ഇതേ കാലയളവിൽ തന്നെ നമ്മളെ അസറ്റ് നമുക്ക് വേണമെങ്കിൽ റീഫണ്ട് ചെയ്യാ എന്നും പറഞ്ഞു. അപ്പൊ ഈ പിന്നെ നമുക്ക് ഈ തരുന്ന പെൻഷൻ അവര് നമുക്ക് തരുന്ന പെൻഷൻ അവര് നമ്മുടെ പൈസയായിട്ട് പിന്നെ ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് തരുകയാണ് എന്നും പറയുന്നു. അപ്പൊ ആ ബിസിനസ് ചെയ്യുന്ന പെൻഷൻ മാത്രമല്ല നമുക്ക് പിന്നെ നമ്മളെ പിന്നെ ലാഭമായിട്ടുള്ളത്, അതിൽ കൂടുതലുണ്ടാവും. ആ കൂടുതലുള്ളത് നമ്മുടെ പിന്നെ അക്കൗണ്ടിൽ ആഡ് ചെയ്യും എന്നും പറഞ്ഞു. ഇതിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് ഉസ്താദ് വിവരിച്ചാൽ കൊള്ളായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നസീർ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ് അവിടെയും വരുന്നത്. ഇവിടെ പിന്നെ നടത്തുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയതോടുകൂടി തന്നെ അത് പ്രശ്നമായി. എന്ന് പറഞ്ഞാൽ അവരെ ഉപയോഗപ്പെടുത്തുന്നത്, ഈ ക്യാഷ് എവിടെ ഉപയോഗപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ ഈ പൊതുവായ ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് വരുന്ന വലിയൊരു പ്രധാന വിഷയം അതാണ്. ക്യാഷ് ഉപയോഗം അവിടെ നിങ്ങൾ പറഞ്ഞ ആ കോൺട്രാക്ടിന്റെ രീതിയൊക്കെ ഓക്കെ, പക്ഷെ അതല്ല വിഷയം. ഈ ക്യാഷ് ഈ ബാങ്ക് ചെയ്യുന്ന ബിസിനസ് എന്താ? അവർ ചെയ്യുന്നത് എന്താണ്? കാര്യമായ ബിസിനസ്, ലോൺ കൊടുക്കുക. ലോൺ കൊടുത്തിട്ട് ആ ലോണിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അവരെ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ തന്നെ ഹറാമായില്ലേ? അപ്പോ ഈ ബാങ്കുകൾ ചെയ്യുന്ന ഇത്തരം പിന്നെ പദ്ധതികളുടെയൊക്കെ പ്രധാന പോരായ്മകൾ എന്ന് പറയുന്നത്, അവരുടെ മറ്റുള്ള നിബന്ധനകൾക്കപ്പുറം അവരിത് ഉപയോഗപ്പെടുത്തുന്ന മസ്റഫ്, അതിന്റെ ഉപയോഗപ്പെടുത്തുന്ന സ്ഥലം, അത് എവിടെയാണോ ഉപയോഗപ്പെടുത്തുന്നത് അത് ഹറാമായ രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ നമ്മുടെ പൈസ അക്കത് ഹറാമാണ് എന്നതിന് പുറമെ നമ്മുടെ ക്യാഷ് ഹറാമായ രീതിയിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പലിശ വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക കൂടി ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു ഹറാമിനെ നമ്മൾ വഴി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. അതിനൊക്കെ അത് വലിയൊരു തെറ്റായി മാറുകയും ചെയ്യും. അപ്പൊ നമ്മൾ ശരിക്കും പലിശ തിന്നതിന് തുല്യമായി അത് മാറുകയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം ഇപ്പോ അവിടെ അതിന് ആൾട്ടർനേറ്റീവായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇത്തരത്തിലുള്ള കാശുകൾ കളക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മഹല്ല് പൈസയിലോ മറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്തരം ആളുകളുടെ കാശുകൾ നമുക്ക് തന്നെ പെൻഷൻ രൂപങ്ങളിൽ ചെയ്യാവുന്നതാണ്. അതിനുള്ള രൂപം എന്ന് പറയുന്നത്, നമുക്ക് ഇത്തരം സംഖ്യകൾ ആൾക്കാർ സ്വീകരിക്കുമ്പോൾ തന്നെ അതിൽ നമ്മൾ കരാറുണ്ടാവും. നമ്മൾ ലാഭവിഹിതം, മൊത്തം നമ്മൾ ഇറക്കുന്ന ഹലാലായ ബിസിനസ്സുകൾ മാത്രം നമ്മൾ ഇറക്കിയിട്ട് മൊത്തം ലാഭവിഹിതത്തിന്റെ 25%, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, 25% നമ്മൾ ഈ പെൻഷന് വേണ്ടി മാറ്റിവെക്കുന്നു. ആളുകളുടെ പെൻഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൽ അംഗങ്ങളായ ആളുകൾക്ക് മാസം മാസം പെൻഷനായി കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ബാക്കിയുള്ളത് ഓരോരുത്തരുടെയും എമൗണ്ട് എത്രയാണോ അതിനനുസരിച്ച് അവർക്ക് പിന്നെ ലാഭം കൊടുക്കുന്നതിന് വേണ്ടി ബാക്കി ഇത്ര ശതമാനം മാറ്റിവെക്കുന്നു. ബാക്കി ഇത്ര ശതമാനം പിന്നെ വേറെ എന്തെങ്കിലും ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഇങ്ങനെയൊക്കെ നിബന്ധനകൾ വെച്ചുകൊണ്ട് നമുക്കും അത് ഇസ്ലാമികമായി നടത്താൻ കഴിയുന്നതാണ്. പക്ഷെ അതിന് അതിൻ്റെതായ ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം എന്ന് മാത്രം. അപ്പൊ ഇതൊക്കെ എവിടെ ചെലവഴിക്കുന്നു എന്നുള്ളിടത്ത് കൂടിയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ കിടക്കുന്നതെന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ മൈക്കിന്റെ അവസരമായിരുന്നു കേട്ടോ, ഞാൻ ചാടിയതല്ല. പിന്നെ ഉസ്താദെ, ഞാന് ലൈഫ് ഇൻഷുറൻസ് LIC ഇതിനെ അപ്പൊ നമ്മളെ ആണെങ്കിൽ, മനുഷ്യരെ ആണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, അത് വിഷയമാണെന്നൊക്കെ പറഞ്ഞു. ഈ വാഹനങ്ങളെ ഇൻഷൂർ ചെയ്യാവുന്നതാണെന്നുള്ള അങ്ങനെ അത് കേട്ടു. വാഹനങ്ങളെ ഇൻഷൂർ ചെയ്യാമെന്നും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പായ
അങ്ങനെ ഇൻഷൂർ ചെയ്യാൻ അതാണ് തെറ്റ്, അതാണ് ഹറാമ് എന്ന് അങ്ങനെ ഒരു കേൾവിയുണ്ട്. അതിന് നിയാസ് ഉസ്താദിന്റെ അഭിപ്രായം എന്താണെന്ന്. വാഹനങ്ങൾ ഇൻഷൂർ ചെയ്യുക, അതിന് പ്രശ്നമില്ല, കുഴപ്പമില്ല, അത് അനുവദനീയാണെന്നും വാഹനങ്ങളും ഒക്കെ. പക്ഷെ മനുഷ്യരെ LIC ലൈഫ് ഇൻഷുറൻസ് ഇത് പറ്റൂല എന്നുള്ള അങ്ങനെ ഒരു കേൾവി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊരു കറക്റ്റ്. പിന്നെ ഈ വേറൊരാള് എഴുതി അടിച്ചു ചോദിച്ചാലും കൂടി ഞാൻ ചോദിക്കുകയാണ്, കാരണം അയാൾക്ക് മൈക്കെടുക്കാൻ പറ്റില്ല. നാഷണൽ ബോണ്ട് UAE നടക്കുന്ന രീതി നമുക്ക് അനുവദനീയമാണോ എന്ന്. അതെന്താ സംഭവം എനിക്കറിയില്ല, ഞാൻ അങ്ങനെ വായിച്ചു. എന്താണ് നാഷണൽ ബോണ്ട് UAE നടക്കുന്ന രീതി അനുവദനീയമാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജാഫർ സാഹിബ് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പോ? ഇൻഷുറൻസ്. മനുഷ്യരെ ഇൻഷുർ ചെയ്യാൻ പാടില്ല, വാഹനം ഇൻഷുർ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അതിലെ വിഷയം എന്താ വെച്ചാല്, അത് നമ്മുടെ ഒരു മബ്ദ എന്ന നിലയിൽ, അതായത് ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ മനുഷ്യ ജീവിതത്തെ ഇൻഷുർ ചെയ്യാൻ ആർക്കും കഴിയില്ല, അള്ളാഹുവിന് മാത്രമുള്ളത് എന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് പിന്നെ അത് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് മനുഷ്യന്റെ ജീവിതത്തെ അല്ല, മറിച്ച് അദ്ദേഹത്തിന് ആ വാക്കിൽ അങ്ങനെ അർത്ഥമുണ്ടെങ്കിൽ പോലും അവിടെ സംഭവിക്കുന്നത് ഒരാൾ പെട്ടെന്ന് അദ്ദേഹത്തിന് മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ കുടുംബം അനാഥമാകുകയും ചെയ്യുന്നൊരു അവസരം വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി ഉണ്ടാകുന്ന സമയത്തോ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് സഹായമാകുന്ന രീതിയിൽ അയാൾക്കുണ്ടാകുന്ന റിസ്കിനെ കൂടുതൽ ആളുകൾ പങ്കുവെക്കുന്നു. എല്ലാവരുടെയും കൂടി പങ്കുവെച്ചിട്ട് എല്ലാവരുടെയും കുറെ ആളുകളുടെ പൈസ എടുത്ത് ഒരാൾ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ അതിന് ഒരു ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം അതിനെ എതിർക്കുന്നത് പറയാൻ പറ്റൂല. അവിടെ കാറിന്റെ ഇൻഷുറൻസിലായാലും വണ്ടിയുടെ ഇൻഷുറൻസ്, മനുഷ്യൻ ഇൻഷുറൻസിലായാലും അവിടെയൊന്നും അതിന്റെ മനുഷ്യന്റെ ഇൻഷുറൻസിനായാലും അവിടെയൊന്നും ഹറാമ് വരുന്നത് ആ സങ്കല്പത്തിനെ കൊണ്ടല്ല. കാരണം ഇസ്ലാമിൽ തന്നെ ദിയത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ദിയത്ത് എന്ന് പറഞ്ഞ് ഒരാൾ ഒരു ക്രൈമിന് കൊല്ലപ്പെട്ടു അതിന് ആ കുടുംബത്തിന് പിന്നെ ദിയത്ത് കൊടുക്കേണ്ട ഒരു അവസരം വരുമ്പം ആ ദിയത്ത് കൊടുക്കുന്നതിന് പിന്നെ അവരുടെ കുടുംബക്കാരാണ് അതിന് ഉത്തരവാദികളായിട്ട്. അയാളുടെ കുടുംബക്കാർ മൊത്തം ചേർന്നിട്ടാണ് ആ ദിയത്ത് കൊടുക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നത്. അപ്പോൾ അയാൾക്കുണ്ടാകുന്ന റിസ്ക്, അയാൾക്കുണ്ടാകുന്ന ഒരു പിന്നെ കൊടുക്കേണ്ട മുതലിന്റെ റിസ്കിനെ അയാളുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പങ്കുവെക്കുകയാണ്. അപ്പൊ ഇതുപോലെ അതൊരു ഇസ്ലാമിക സങ്കല്പം തന്നെയാണ്. എന്തുപോലെ ഒരാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കൂടുതൽ ആളുകൾ പങ്കുവെക്കുക എന്നുള്ള ഒരു രീതിയാണ് അതിന്റെ അടിസ്ഥാന സങ്കല്പം. അങ്ങനെയുള്ളൊരു സങ്കല്പത്തിന് ഇസ്ലാം എതിരല്ല. ഇസ്ലാമിന്റെ പല സമയങ്ങളിൽ അത്തരമുള്ള രൂപങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വണ്ടിയുടെ ഇൻഷുറൻസ് ആയാലും ഇവിടുത്തെ ഇൻഷുറൻസ് ആയാലും ആ ഇൻഷുറൻസിന്റെ കോൺട്രാക്റ്റിലാണ് നമുക്ക് പ്രശ്നം. കോൺട്രാക്ട് എന്നുള്ളത് കോൺട്രാക്ട് അവിടെ കുറെ ഹൊററുകൾ, ഇസ്ലാം അംഗീകരിക്കാത്ത അനിശ്ചിതത്വങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം അംഗീകരിക്കാത്ത പിന്നെ വഞ്ചനയുടെ ഉപായങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്ലാം അംഗീകരിക്കാത്തത്, അതോടൊപ്പം തന്നെ ചെവഴിക്കുന്ന സ്ഥലം എവിടെ എന്നുള്ളതും വിഷയമാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്, അല്ലാതെ ആ സങ്കല്പത്തിന്റെ പേരിലല്ല അത് ഹറാമാകുന്നത്. മറ്റൊന്ന് ചോദിച്ചത് പിന്നെ ബോണ്ടിനെ കുറിച്ചായിരുന്നു അല്ലെ. ബോണ്ട് പിന്നെ UAE ബോണ്ട് ഞാൻ മനസ്സിലാക്കിയ അടിസ്ഥാനത്തില് മുളാറബയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. മുളാറബയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മീറ്റിംഗ്, നമ്മളെ ഈ ചോദ്യോത്തര സെഷനിൽ ആദ്യം സൂചിപ്പിച്ച ഖിറാദ് അല്ലെങ്കിൽ മുളാറബയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മൾ പിന്നെ ആളുകൾ കാശ് മുടക്കുന്നു, ആ കാശ് കൊണ്ട് അവർ വർക്ക് ചെയ്യുന്നു. അവർ ലാഭത്തിന്റെ എത്രയോ ശതമാനമാണ് ഈ ആളുകൾക്ക് വേണ്ടി വിരിച്ചു കൊടുക്കുന്നത്. ബാക്കിയുള്ള ശതമാനം ബിസിനസ് നടത്തുന്ന അവരുടേതാണ്. അവരുടെ അവകാശത്തിൽ നിന്നാണ് അവര് പിന്നെ ഇത് കൊടുക്കുന്നത്. അവർക്ക് കിട്ടുന്ന അവരുടെ അവകാശത്തിൽ നിന്നാണ് അവര് പിന്നെ സമ്മാനം നൽകുന്നത്. അവരുടെ നിങ്ങൾക്ക് കിട്ടേണ്ട ആദ്യമേ കരാറിൽ ഒപ്പിടുമ്പം പറയുന്ന ആ ശതമാനം ലാഭം അവരെന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ റബ്ബുൽ മാലായ നിങ്ങൾക്ക് ഈ അതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നു. അവരുടെ ലാഭ ശതമാനത്തിൽ നിന്നും കിട്ടുന്ന പൈസയിൽ നിന്ന് അവര് സമ്മാനം നൽകുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുക. അങ്ങനെയാകുമ്പോൾ അത് തെറ്റില്ല, ശരിയാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഞാൻ ചോദിക്കാൻ നിൽക്കുന്നത് നമ്മളെ പിന്നെ വാഹന ഇൻഷുറൻസ് അഥവാ വാഹനങ്ങൾ നമ്മളിപ്പോൾ മരിച്ചാൽ ആളുകൾ വാങ്ങുന്നു, അതുപോലെ തന്നെ ഫ്ലൈറ്റുകളൊക്കെ നമുക്ക് പോകും നിർബന്ധമാണ്. ഇപ്പോൾ അത്
നമ്മളെ ബോർഡിംഗ് പാസ്, ഇതൊക്കെ അങ്ങനെ ഇൻഷുറൻസ് ഉള്ള ആൾ ഇതൊക്കെ വാങ്ങുന്നതും അതിന് കിട്ടിയില്ലെങ്കിൽ കേസ് കൊടുക്കുന്ന രീതികൾ അതൊക്കെ എന്താണ്? അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിൽ ഇപ്പൊ നമ്മൾ കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പറയുന്നുണ്ട് പിന്നെ എന്താ ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നടത്തുന്നതായിരിക്കുന്ന ബാങ്കുകൾ, അതുപോലെ തന്നെ സിയോണിസ്റ്റ് അവരിൽ നിന്നൊക്കെ നമ്മൾ പല ആളുകളും കാശ് നമ്മളെ പലിശ വാങ്ങിയിട്ടില്ലെങ്കിൽ അവർ ആ കാശ് എടുത്തുകൊണ്ട് അവരുടേതായിരിക്കുന്ന പ്രവർത്തനത്തിന് വിനിയോഗിക്കൊണ്ട് അപ്പം നമുക്ക് ആ കാശ് വാങ്ങിയാണ്ട് ഒന്നെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ പൊതുനിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കായ ആളുകൾക്കൊക്കെ കൊടുക്കുന്നതിൻ്റെ മാനം എന്താണെന്ന് അറിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാകും എന്ന അതിനെപ്പറ്റിയാണ് എനിക്കറിയാനുള്ളത്. ഇസ്ലാമിക മാനം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അഷ്റഫ് ഉന്നയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പലപ്പോഴും സംശയമുള്ള ഒരു വിഷയമാണ്. നമ്മൾ അങ്ങനത്തെ ഒരു നമ്മുടെ കാശുകൾ അങ്ങനെ ഇട്ടുകയും അതിന്റെ വരുമാനം വരികയും ചെയ്യുന്ന അവസരത്തിൽ അത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതാണ്. പണ്ഡിതന്മാരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഹറാമായ മുതലുകളെ നമ്മളെ കയ്യിൽ പെട്ടാൽ അത് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് വിശദമായി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെങ്ങനെയാണ് തഖല്ലുസ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് അതിന് ഒഴിവായി കിട്ടേണ്ടത്, അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള വിഷയത്തിലൊക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണം ആദ്യത്തെ ഒരു കേസ് എടുക്കാം. ബാങ്കില്, നമ്മുടെ നാട്ടിലെ ബാങ്കില്, നമ്മുടെ നാട്ടിലെ ബാങ്കില് നമുക്ക് ഇസ്ലാമിക് ബാങ്ക് സംവിധാനങ്ങളില്ല. അപ്പൊ നമ്മുടെ സ്വാഭാവികമായും നമ്മുടെ ഒന്നാമതായിട്ട് പറയേണ്ടത് ഇസ്ലാമിക ബാങ്കിങ് സംവിധാനങ്ങളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ള ബാങ്കുകൾ ഇടാൻ പാടില്ല, ഇടല ഹറാമാണ്. കാരണം നമുക്ക് മറ്റുള്ള ആൾട്ടർനേറ്റീവ് ഉണ്ട്. അങ്ങനെ ആൾട്ടർനേറ്റീവ് ഉണ്ടാകുമ്പോൾ ഇസ്ലാമിക് ബാങ്കിങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അങ്ങനെ സംവിധാനം ഇല്ലാ സ്ഥലങ്ങളിൽ നമ്മൾ ഒരു ബാങ്കിൽ നമ്മുടെ ക്യാഷുകൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും അവരെ പലിശയായിട്ട് ലാഭം തന്നാൽ അത് തിരിച്ചു കൊടുക്കരുത്. ബാങ്കിന് കൊടുക്കാൻ പാടില്ല. കാരണം അത് ഹറാമായ ഒരു മുതലാണ്. ആ ഹറാമായ മുതല് നമ്മൾ അതിലേക്ക് വരുമ്പോൾ അവിടെ ഹറാമായ മുതലിന്റെ കാര്യത്തിൽ പറയുന്നത് ഒരു മുതലിന്റെ ഉടമ ആരാണോ അയാൾക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ്. അപ്പൊ ഇവിടെ ഈ മുതലുമായ ഈ പലിശ ബാങ്ക് ഈ കാശ് സ്വരൂപിച്ചിട്ടുള്ളത് ഫാസിദായ അല്ലെ ഹറാമായ ക്രയവിക്രയങ്ങളിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ മുതലല്ല യഥാർത്ഥത്തിൽ, അത് ബാങ്കിന്റെ മുതലല്ല, അത് ഒരുപാട് ആളുകളുടെ പല വ്യക്തികളുടെയും മുതലാണ്. അപ്പൊ അത്തരം വ്യക്തികളെ ഏതെന്ന് നമുക്ക് തിരിച്ചറിയാനോ അത് കൃത്യമായി കണ്ടെത്താനോ നമുക്ക് സാധിക്കില്ല. അങ്ങനെ സാധിക്കാൻ വരുന്ന അവസരങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടത് പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. കൃത്യമായും ഇമാം ഗസാലിയുടെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി ശറഹുൽ മുഹദ്ദബിൽ വിശദമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. വിശദമായ ഉദ്ധരണികളിലേക്കൊന്നും ഞാൻ ഇപ്പം പോകുന്നില്ല. അപ്പൊ അതില് പ്രത്യേകമായി പറയുന്നത് ഒരു മുതൽ നമ്മൾ വന്നിട്ട് ഒരു മനുഷ്യ മുതൽ നമ്മളെ കയ്യിൽ എത്തിയാൽ അത് തിരിച്ച് അയാൾക്കാണ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അക്രമിയായ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഒരാൾ കട്ട സാധനം കട്ട ഒരു തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവന് വീണ്ടും യഥാർത്ഥത്തിൽ ഒരു ഹറാമായ മുതൽ അക്കതിലൂടെ ഒരു മുതൽ വന്നാൽ ആ വ്യക്തി അറിയാതെ സംഭവിച്ചതാണ് ആ മുതൽ എങ്കിൽ അയാൾ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായി അയാൾക്ക് തിരിച്ചു കൊടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ബാങ്കിന്റെ പലിശ പിന്മാറാൻ പോകുന്നില്ല. ബാങ്കിന് അറിയാതെ സംഭവിച്ചതുമല്ല, അവര് അത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ബാങ്കിനെ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ അക്രമിക്ക് തന്നെ മുതൽ തിരിച്ചു കൊടുക്കുന്നതിന് സമാനമാണ്. അതുകൊണ്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കരുത്. എന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ അവകാശമുണ്ടോ? ഇല്ല. നമ്മുടെ വസ്തു അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ അവകാശവുമില്ല. മറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അത് പൊതുവായ എല്ലാവരും ഉപയോഗിക്കുന്ന റോഡ് നിർമ്മാണം അല്ലെങ്കിൽ മറ്റുള്ള കിണർ നിർമ്മാണം, മറ്റുള്ള പൊതുവായ ഉപയോഗങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം. അത് മസാലിഹുൽ മുസ്ലിമീന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ് പറയുന്നത്. അതുപോലെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം, ഇപ്പൊ അതേ ബാങ്കിൽ തന്നെ പലിശക്ക് പണമെടുത്ത് കുടുങ്ങി നിൽക്കുന്ന വിശ്വാസികളായ ആളുകൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന അതൊരു ലറൂറത്തിന്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിൽ പെട്ടുപോവുകയും അതിന് പിന്മാറാൻ കഴിയാത്ത അവസ്ഥ വന്നു നിൽക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ അവർക്ക് അത് അടച്ചു തീർക്കുന്നതിന് വേണ്ടി സഹായിക്കാനെന്ന് ഉപയോഗപ്പെടുത്താം. അത്തരങ്ങളുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം. ഒരു വിഷയം. മറ്റൊന്ന് പറഞ്ഞത് വാഹനാപകടത്തിൽ കിട്ടുന്ന ഇൻഷുറൻസിന്റെ ഇതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അവിടെയും നമ്മളെ എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നിർബന്ധാവസ്ഥയിൽ. അപ്പൊ നമ്മളത് നമുക്ക് അവരുടെ ഫാസിദായ അഖദ് പ്രകാരം നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം.
അതിലെ പിന്നെ ക്യാഷ് അവിടെ നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മൾ ചെലവാക്കിയ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മൾ എത്ര രൂപയാണോ ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മളെ മുതലാണ്, അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിനപ്പുറമുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷുറൻസ് കമ്പനിക്ക് സ്വാഭാവികമായും നമ്മളത് വാങ്ങിയിട്ടില്ലേ അവർ വീണ്ടും തടിച്ചു കൊഴുക്കുന്ന നിലയിൽ അത് വാങ്ങിയിട്ട് നമുക്ക് പൊതുവായ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും. പിന്നെ അതുപോലെ നേരത്തെ ചികിത്സയുടെ കാര്യങ്ങൾ പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു അവസരങ്ങളിൽ ഇത്തരം ഇൻഷുറൻസുകൾ ചികിത്സയുടെ അല്ലെങ്കിൽ വേറെ രൂപത്തിലുള്ള ഇതൊക്കെ ആണെങ്കിൽ അത്തരം അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടൊക്കെ ആണെങ്കിൽ ആ വ്യക്തിക്ക് വേറൊരു ആ കാശ് സ്വീകരിക്കുകയും ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഇത് ഭേദമാക്കാൻ വേറെ ഓപ്ഷനൊന്നും ഇല്ല, അയാളുടെ മുമ്പിൽ വേറൊരു വഴിയും ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് അയാളുടെ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കാം. അയാളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ചെലവാക്കുകയും ബാക്കിയുള്ള കാശ് പൊതുവായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ കിതാബുകളിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. വല്ലാഹു അലം ബിസ്സവാബ്. നമ്മുടെ കിതാബുകളിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. വല്ലാഹു അലം ബിസ്സവാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം മറ്റൊരാളുടെ വീട്ടുമുറ്റത്ത് ഒരുപാട് മണ്ണുകളുണ്ട്. അപ്പൊ അത് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദാഹരണത്തിന് ഞാൻ തന്നെ പോയി ചോദിക്കുകയാണ്, ഇത് എടുത്ത് മാറ്റം ചെയ്യാൻ. അപ്പൊ അവർ പറയും ഇത്ര രൂപ തരാം. എന്നാൽ ഞാൻ പറഞ്ഞു ഉദാഹരണത്തിന് ഒരു 10,000 രൂപ തരികയാണെങ്കിൽ ഈ മണ്ണ് ഇവിടെ നിന്ന് എടുത്ത് ഞാൻ മറ്റൊരു സ്ഥലത്ത് മാറ്റിത്തരാം എന്ന് ഞാൻ പറയുന്നു. അങ്ങനെ പറയുകയും അങ്ങനെ അവസാനം ആ പറഞ്ഞ വരിയിൽ അതായത് ഉദാഹരണത്തിന് 10,000 രൂപയിൽ ഫിക്സ് ആയി കഴിഞ്ഞാൽ ഞാൻ അതിന് ഒരു പണിയും ചെയ്യാതെ മറ്റുള്ള ആളുകളെ കൊണ്ടുപോയി പണിയെടുപ്പിച്ച് അതിൽ നിന്ന് 5,000 രൂപ മാത്രം ചെലവാകുന്ന രീതിയിൽ അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ആ മണ്ണ് അവരോട് പറഞ്ഞ രീതിയിൽ മണ്ണ് നീക്കം ചെയ്തു. അങ്ങനെ ചെയ്ത് അതായത് ഞാൻ ഒട്ടും പണിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, വെറും ആളുകളെ കൊണ്ടുപോയി അവിടെ എടുപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഈ മെച്ചം വരുന്ന 5,000 രൂപ ഞാൻ എടുക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ശരിയായ ഒരു അവസ്ഥ എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ചോദ്യം ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, നിങ്ങൾ ചോദിച്ചത് നിങ്ങളൊരു വർക്ക് ഏൽപ്പിച്ചു, ആ വർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ വർക്ക് ഏറ്റെടുത്തു, ആ വർക്ക് നിങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചു, അപ്പോ അതിന് മൊത്തം കാശ് വാങ്ങിയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതായത് ഒരു സബ് കോൺട്രാക്ട് വർക്ക് അല്ലേ, നിങ്ങൾ വർക്ക് ഏറ്റെടുത്തത് വേറൊരു സബ് കോൺട്രാക്ടർ അതിനുവേണ്ടി നിശ്ചയിച്ചു എന്നുള്ളതാണ്. അങ്ങനെയല്ലേ അബ്ദുള്ള അല്ലേ? അതെ. അത് ആ അർത്ഥത്തിൽ തെറ്റില്ല. അത് നമുക്ക് ഇപ്പൊ ഉദാഹരണമായിട്ട് ഏതുപോലെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു റൂം റെന്റ് എടുത്തു, ഇജാറത്തിനെടുത്തിട്ട് ആ റെന്റ് എടുത്ത റൂം നമ്മൾ മറ്റൊരാൾക്ക് റെന്റിന് കൊടുത്തു. അങ്ങനെ റെന്റിന്റെ മേൽ നമ്മൾ വേറെ റെന്റിന് കൊടുത്തു. എന്നിട്ട് നമ്മൾ കൂടുതൽ പൈസ മേടിച്ചു ഉദാഹരണമായിട്ട്. അതുമായി ബന്ധപ്പെട്ട അതേ ഉദാഹരണം ഇവിടെയും വരുന്നത്, കൂടുതലോ കുറവോ എന്ത് മേടിച്ചാലും. അപ്പോ അതില് സാധാരണഗതിയിൽ നിങ്ങൾ സ്വന്തം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആണ് എങ്കിൽ അത് പറ്റൂല. കാരണം രണ്ട് വിഷയങ്ങളുണ്ട് ഇതില്. അതായത് ഒന്ന് ചില വർക്കുകൾ ചില വ്യക്തികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ആ വ്യക്തി തന്നെ ചെയ്താലേ, ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ഷർട്ട് അടിക്കാൻ ഒരാൾ കൊണ്ട് കൊടുത്താൽ ഇന്നയാൾ അടിച്ചാൽ അത് അത്രയും ഉഷാറായി കിട്ടുമെന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് അയാൾ കൊടുക്കുന്നതെങ്കിൽ അയാൾ തന്നെ അത് അടിക്കണം. അല്ല മറ്റൊരാൾ കൊടുക്കാൻ ആ വ്യക്തിക്കാണ് നമ്മളെ കൂലി കൊടുക്കുന്നത്, ആ വ്യക്തി ചെയ്തതിന്റെ പേരിലാണ്. അതേസമയം അങ്ങനെ ഒരാൾക്ക് പ്രത്യേകതയൊന്നുമില്ല, സ്വാഭാവികമായും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വർക്കാണ് എങ്കിൽ, അങ്ങനെ ഇന്നയാൾ ചെയ്യേണ്ട ഒരു വർക്കല്ല എന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്ട് കൊടുക്കുന്നതിനോ അതല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തി അതിൽ നിന്നും ലാഭം എടുക്കുന്നതിനോ കുഴപ്പമില്ല. കാരണം നിങ്ങൾ മറ്റൊരാളെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ജോലിയാണ്. ആളെ കൊണ്ടുവരുന്നതും അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും ഒക്കെ ഒരു ജോലിയുടെ ഭാഗമാണ്. ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അവരുമായിട്ടുള്ള കോൺട്രാക്ട് നിങ്ങൾക്കാണ്, മറ്റുള്ളവരുമായിട്ടുള്ള കോൺട്രാക്ട് നിങ്ങൾ ചെയ്യുന്ന കോൺട്രാക്റ്റാണ്. രണ്ട് കോൺട്രാക്റ്റുകളാണ്. അപ്പൊ അവര് നിങ്ങൾക്ക് തരുന്നത് ഈ മൊത്തം വർക്ക് ചെയ്യുന്നത് നിങ്ങൾ മൊത്തം ചെയ്യുന്ന വർക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കോൺട്രാക്റ്റിന് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാശ് തരുന്നത്. നിങ്ങൾ മറ്റുള്ളവരുമായി ഉണ്ടാക്കി കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ മറ്റവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സബ് കോൺട്രാക്ട് നമ്മൾ ഏറ്റെടുത്ത വർക്കിനെ അത് നിങ്ങൾ നേരിട്ട് ചെയ്യുന്ന ഒരു വർക്ക് ആകൽ നിർബന്ധമുള്ളതോ അതല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതോ അല്ലാത്തൊരവസരത്തിൽ അത് സബ് കോൺട്രാക്ട് കൊടുക്കുന്നതിന് തെറ്റില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിനെ തുടർന്ന് തന്നെയാണ് എന്റെ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ അടുത്ത ആളോട് സമ്മതം ചോദിച്ചുകൊണ്ടാണ് മൈക്കിൽ വന്നിട്ടുള്ളത്. പിന്നെ എന്റെ ചോദ്യം ഇങ്ങനെയാണെങ്കിൽ ഇതിന് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതുപോലെ തന്നെ ആ മണ്ണ് നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ ബട്ടി, മറ്റേ പിക്കാസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉദാഹരണം പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള ആ സാധനങ്ങൾക്ക് ഞാൻ മറ്റൊരാളടുത്ത് നിന്ന് കാശ് ചോദിക്കുകയാണ്. എനിക്ക് ഇത്ര 10,000 രൂപയ്ക്ക് ഞാൻ ഇയാളുടെ നിന്ന് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് അതിനാവശ്യമായ വട്ടി സാധനങ്ങളൊക്കെ വാങ്ങാൻ എനിക്ക് ഇത്ര 1,000 രൂപ നീ തരികയാണെങ്കിൽ ഇതിൽ നിന്ന് മെച്ചം വരുന്ന 5,000 രൂപ മെച്ചം വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് 2,500 നിനക്കും 2,500 ഞാനും എന്ന രീതിയിൽ വീതിക്കാം എന്ന് ഒരു കരാർ അടിസ്ഥാനത്തിൽ പണം വാങ്ങുകയും ആ കരാർ അനുസരിച്ച് 2,500, അതായത് 1,000 രൂപ വാങ്ങിയിട്ട് 2,500 തിരിച്ച് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെയും കൂടി ഒരു മറുപടി കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അബ്ദുള്ള ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ഞാൻ കേട്ടിട്ടില്ല, കാരണം എനിക്ക് ഇവിടെ എന്തോ ഒന്ന് ബട്ടണിൽ അറിയാതെ എവിടെയോ ക്ലിക്ക് ആയി പോയിട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടില്ല. ഒന്ന് റിപ്പീറ്റ് ചെയ്യും പ്ലീസ്. അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ കരാറിന്റെ ആവശ്യമായ വട്ടി, പിക്കാസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇപ്പം ഈ ഏറ്റെടുത്തിരിക്കുന്ന എനിക്ക് പൈസ ആവശ്യമാണ്. അപ്പം ഞാൻ മറ്റൊരാളുടെ അടുത്ത് പറയുകയാണ്, എനിക്ക് നീ ഒരു 1,000 രൂപ തരികയാണെങ്കിൽ ഞാൻ ഇന്നെ ജോലി ഏറ്റെടുത്തിട്ടുണ്ട്, ഇതിൽ നിന്ന് 5,000 എനിക്ക് ലാഭം കിട്ടും, അതിൽ നിന്ന് നിനക്ക് 2,500 നിനക്ക് തരാം എന്ന് കരാർ അടിസ്ഥാനത്തിൽ പണം വാങ്ങുകയും ആ കരാർ അടിസ്ഥാനത്തിൽ 1,000 രൂപ വാങ്ങുകയും 2,500 രൂപ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെയും അവസ്ഥ എന്താണ് എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ കടം വാങ്ങിയതിന്റെ പേരിൽ നിങ്ങൾ 1,000 രൂപ കടം വാങ്ങിയിട്ട് 2,500 തിരിച്ചു കൊടുത്താൽ അത് പലിശയിൽ പെടും. അത് കടത്തിന്റെ മേലുള്ള ഒരു നെഫാണ്. കൊല്ലു കർലിൻ ജറ നഫ്അൻ ഫഹുവ റിബ എന്നാണ്. കൊടുക്കുന്ന ആൾക്ക് ഉപകാരം കിട്ടുന്ന എല്ലാ കടങ്ങളും എല്ലാ കർളുകളും പലിശയാണെന്നുള്ളതാണ് അടിസ്ഥാന തത്വം. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ കടം വാങ്ങിയിട്ട് അതിന്റെ പേരിൽ ഇത് കൊടുക്കാനത് ഹറാമാണ്. അതേസമയം അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് ബിസിനസ്സിൽ അതിന് പങ്കാളിയാക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബിസിനസ്സിൽ പങ്കാളിത്തമില്ല. അതൊരു വർക്കില് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ വർക്ക് എടുക്കുകയും അത് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങൾക്കൊരു വർക്ക് ചെയ്യാൻ മൊത്തത്തിലെ വർക്ക് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റഅ്സുമാൽ ഒരാളെ ഇറക്കിയിട്ട് അങ്ങനെ ലാഭം വീതം വെക്കുകയാണെങ്കിൽ ഓക്കെ. അതല്ലാതെ ഈ നിങ്ങൾ താൽക്കാലികമായി ഇങ്ങനെ ഒരു സംഗതി വാങ്ങിയിട്ട് അതിനെ തിരിച്ചു കൊടുക്കുമ്പോൾ 2,500 കൊടുക്കുക എന്നുള്ളത് പലിശയുടെ ഇനത്തിലാണ് വരിക. അതിന് ഒരു ഓപ്ഷൻ ഇല്ല. അത് കടമായിട്ടാണ് അത് നിങ്ങൾ വാങ്ങിയിട്ട് ചെയ്യാൻ വേണ്ടത്. അത് നിങ്ങൾ കടമായി വാങ്ങി തിരിച്ചു കൊടുക്കുമ്പോൾ അയാൾക്ക് നിങ്ങൾക്ക് ലാഭം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അയാൾക്ക് അധികം കൊടുക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുകയാണെങ്കിൽ അത് അയാൾക്ക് പൊരുത്തപ്പെട്ട് വാങ്ങാവുന്നതാണ്. അതൊരു ഒരു ഇഹ്സാൻ എന്ന നിലയിൽ. അതേസമയം അതൊരു നിബന്ധനയായി അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ കാണാൻ സാധ്യമല്ല. ഹലോ, അസ്സലാമു. ഈ നിതാഖത്ത് മാർഗത്തിൽ ഈ സൗദി അറേബ്യയിൽ നിന്ന് കുറെ ആൾക്കാർ നാട്ടിലേക്ക് പോയിനല്ലോ. അവർക്ക് നമ്മുടെ കേരള സർക്കാർ ഒരാൾക്ക് 10 ലക്ഷം രൂപ, 4 ആൾ കൂടി എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ 25 ലക്ഷം രൂപ, ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണമെങ്കിൽ 3 ലക്ഷം രൂപ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെന്തോ ചെറിയ പലിശ ഉണ്ട് തോന്നുന്നുണ്ട്. ഒരു 10 ലക്ഷം അവർ തരുമ്പോൾ 3% തോന്നുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ നമ്മളെ ഗവൺമെന്റാണ് ഉപകാരപ്പെടുക. അത് ആ 10 ലക്ഷം രൂപ വാങ്ങുന്നതിനെ കുറിച്ച് എന്താണ് ഉസ്താദ് അഭിപ്രായം? 3% പലിശ ഞാൻ പേപ്പറിൽ വായിച്ചു തോന്നുന്നുണ്ട്. അത് വാങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. ഉത്തരത്തിന് മുമ്പ് അബ്ദുള്ള നേരത്തെ ചോദ്യം ചോദിച്ച അബ്ദുള്ള ശ്രദ്ധിക്കുക. ഒരു കാര്യം, നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്ന മറ്റൊരു മാർഗമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അതിൽ പങ്കാളിയാക്കണം, അദ്ദേഹത്തിന് ലാഭം കൊടുക്കുന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യം ഈ പിക്കാസും മറ്റുള്ള മൺവെട്ടിയോ മൺകോരിയോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് റെന്റ് എടുക്കേണ്ടതെന്ന് വെച്ചാല് ആ സാധനങ്ങൾ എടുക്കാൻ അയാളോട് പറയുക. അയാളോട് ആ സാധനങ്ങൾ റെന്റിന് എടുക്കാൻ പറയുക. അയാൾ റെന്റിന് എടുത്തിട്ട് അയാൾ 1000 റിയാൽ റെന്റിന് എടുത്തിട്ട് നിങ്ങൾക്ക് 1,200 റിയാലിന് അല്ലെങ്കിൽ 1,200 രൂപയ്ക്ക് നിങ്ങൾക്ക് റെന്റിന് തരാം. ഓവർ അയാൾക്ക് റെന്റിന് എടുത്തിട്ട് നിങ്ങൾ കുറച്ചുകൂടി കൂടിയ കാശ് നിങ്ങൾക്ക് അയാൾക്ക് റെന്റിന് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അപ്പൊ അങ്ങനെ ചെയ്തിട്ട് അത് അയാൾക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവായിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അല്ലാതെ കാശ് വാങ്ങിയിട്ട് അതിന് കടമായി അതിന് തിരിച്ച് അതങ്ങനെ കൊടുക്കാവുന്നതല്ല. ഓക്കെ. മറ്റൊന്ന് ഇപ്പൊ ചോദിച്ചത് നിഫാഖാത്ത് തിരിച്ചു വരുമ്പോൾ ഗവൺമെന്റ് കൊടുക്കുന്ന സഹായം, അത് ഗവൺമെന്റ് നൽകുന്ന ഗവൺമെന്റ് നൽകുന്ന സഹായം എന്ന രീതിയിൽ അത് പിന്നെ ഗവൺമെന്റ് സഹായമല്ലേ അത് സ്വീകരിക്കാവുന്നതാണ്. ഗവൺമെന്റ് സഹായം എന്ന രീതിയിൽ അത് സ്വീകരിക്കാവുന്നതാണ്. അല്ലെ പലിശ എങ്ങനെ വരുന്നത്? അല്ല എവിടെയാണ് പലിശ വരുന്നത്? ഒന്ന് പലിശ അങ്ങനെ വന്നു 3% പലിശ എവിടുന്ന് കിട്ടുന്ന പലിശ? അത് ഗവൺമെന്റ് നേരിട്ട് സഹായം ചെയ്യില്ലേ? തിരിച്ചടക്കണം. 10 ലക്ഷം തരും, അതിന് 3% പലിശ കൊടുക്കണം എന്നല്ലേ? ഓക്കെ. ഞാൻ സഹായം ചെയ്യുന്നു. ഓക്കെ. അത് പലിശ 3% ആയാലും 1% ആയാലും 5% ആയാലും പലിശക്ക് ഒരേ വിധി തന്നെയാണ്. ഗവൺമെന്റ് നൽകുന്നതാണെങ്കിൽ പോലും അവിടെ തിരിച്ചു കൊടുക്കുമ്പം ആകെ 3% കൊടുത്താൽ മതിയോ? ആകെ 3% അതോ മാസത്തിന് 3% ഉദ്ദേശിക്കുന്നത്? ഓക്കെ. ഏതായാലും അത് പിന്നെ ഫുള്ളും പിന്നെ ഒരു 3% പലിശയോടെ തിരിച്ചടക്കണം എന്നല്ലേ? അതായത് പലിശ അടിസ്ഥാനത്തിലുള്ള കോൺട്രാക്ട് ആണെങ്കിൽ തീർച്ചയായും അത് ഹറാം തന്നെയാണ്. അതിന് യാതൊരു ഓപ്ഷനും ഇല്ല, ഹറാം തന്നെയായി വരും. അത് പിന്നെ ഒരു മറ്റൊരു ഇതുള്ളത് വെച്ചാല് ഒരാളെ തിരിച്ചു പോകുന്ന ജോലിക്കുമുള്ള യാതൊരു ഓപ്ഷനും ഇല്ല. അങ്ങനെ അയാൾക്ക് ഇത് ചെയ്യാനുള്ള വേറൊന്നും ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനില്ല. സ്വന്തമായി കാശുമില്ല, ഒന്നുമില്ലാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന് എന്തെങ്കിലും ജോലി ചെയ്യാനോ മറ്റൊന്നും ഓപ്ഷൻ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അത്തരമൊരു ഘട്ടത്തിൽ ആ വ്യക്തിക്ക് അത് ഹലാലായി വരാവുന്ന അവസ്ഥകൾ ഉണ്ടാകാം. അതേസമയം സ്വാഭാവികമായ രീതിയിൽ അത് ഹറാം തന്നെ. അത്രയേ ഉള്ളൂ. അതെ. അസ്സലാമു അലൈക്കും. ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു. ഞാൻ സൽമാൻ സാഹിബിനോട് സമ്മതം ചോദിച്ചു. ഞാൻ ഉസ്താദിനോട് നേരത്തെ ഒരു ചോദ്യം ചോദിച്ച പറഞ്ഞിരുന്നത് പിന്നെ നമ്മൾ ഈ ആക്സിഡന്റുകൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് ഗൾഫിൽ ഇപ്പൊ നമ്മളെ മംഗലാപുരം വിമാന ദുരന്തം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് നമ്മളെ ബോർഡിംഗ് പാസ് എടുത്താൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇൻഷുറിലായി. അപ്പോൾ നമ്മളത് കിട്ടാതിരിക്കുമ്പോൾ, അഥവാ ഈ ആക്സിഡന്റിൽ ഇൻഷുർ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ കേസ് കൊടുത്ത് അത് വാങ്ങുന്നു, അതുപോലെ ഇൻഷുർ വാങ്ങുന്നു, അതിന്റെ ഇസ്ലാമിക വിധി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നാട്ടിലുണ്ട്, രണ്ടും കൂടി ചോദിക്കുമ്പോൾ ഇനി കൺഫ്യൂഷൻ ആവുന്ന ഈ ക്ഷേമനിധികളുണ്ട്. 60 വയസ്സായിട്ടുണ്ടെങ്കിൽ ഈ തൊഴിലാളി ക്ഷേമനിധി അല്ലെ, തൊഴിലാളി ക്ഷേമനിധി ഉണ്ട്. അത് 60 വയസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ, അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് മക്കളെ കെട്ടിക്കാണെങ്കിൽ സഹായം, അതുപോലെ തന്നെ വീട്, അത് ശരിയാണ്, വീടിന്റെ സഹായം. ഈ ക്ഷേമനിധി അംഗാവുന്നതോടുകൂടി വീട് പണിക്കുള്ള സഹായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അംഗാവുന്നത് ഇതിനെപ്പറ്റി എങ്ങനെയാണ് അതിന്റെ ചികിത്സാ പൈസകളൊക്കെ എങ്ങനെയാണെന്നുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതിന്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപകടത്തിൽ നടന്ന ഇൻഷുറൻസ് നമ്മളെ വിമാനാപകടം മറ്റൊക്കെ നടക്കുമ്പം അതിനു വേണ്ടിയിട്ട് കേസ് കൊടുത്തിരുന്ന സംഖ്യ വാങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് എന്താ മറുപടി പറയുന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുകൂടി വിശദമായി പഠിക്കേണ്ട വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പ്രാഥമിക നിഗമനത്തിൽ അത് പറ്റൂല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞ ഒരു പലിശയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്
അതിലും വരുന്നത്. കാരണം നമ്മൾ സ്വാഭാവികമായും പല ആളുകളുടെയും ക്യാഷ് അതിൽ ലാഭത്തിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അവിടെ മറ്റൊരു നേരത്തെ പറഞ്ഞൊരു വിഷയമുള്ളത്, ഇതുപോലെ ഈ അവര് നമ്മളത് വാങ്ങാതിരിക്കുമ്പോൾ അവർക്ക് വീണ്ടും അതുകൊണ്ട് അവർ വീണ്ടും ഇവർ ഈ പറഞ്ഞ എമൗണ്ട് വാങ്ങാതിരിക്കുമ്പോൾ അവർ ആ കമ്പനി അതുകൊണ്ട് വീണ്ടും കൊഴുക്കുകയാണ്, അവർക്ക് തന്നെയാണ് അതിന്റെ ഗുണം കിട്ടുന്നത്. ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് അങ്ങനെ പിന്നെ ഹറാമായ മുതൽ അതിനെ ആക്രമിക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്ന ഒരവസ്ഥ വരുമ്പോൾ അത് അതുകൊണ്ട് അവർ നേട്ടം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു സംഖ്യ വരുന്നു. കാരണം സ്വാഭാവികമായും ഇതിന് വേണ്ടിയിട്ട് ഈ ഇൻഷുർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ എമൗണ്ടുകൾ, നമ്മുടെ പേരിൽ എമൗണ്ടുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ പേരിൽ ആ എമൗണ്ട് കൊണ്ടാണ് ഇവർ ഈ ബിസിനസ് നടത്തുന്നത്. ആ ബിസിനസ്സിൽ നിന്നാണ് ഇവർ കാശ് ഉണ്ടാക്കുന്നത്. അവർക്ക് തന്നെ അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ ആ കാശ് വാങ്ങിയിട്ട് പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ചെയ്യാവുന്നതാണെന്നാണ് മനസ്സിലാവുന്നത്, പൊതുവായ ആവശ്യങ്ങൾക്ക്. അതേസമയം ആ വ്യക്തി അത്രത്തോളം കടക്കാരനായ വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് അവർ തന്നെ മിസ്കീന്മാരാണ് എങ്കിൽ സ്വയം ഉപയോഗപ്പെടുത്താതെ ഹറാമായ മുതലേ ഒരാൾക്ക് കിട്ടുകയും ഹറാമായ മുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഹറാമായ മുതൽ കിട്ടിയിട്ട് ആ വ്യക്തി പിന്നെ സ്വയം ഒരു മിസ്കീനാണെങ്കിൽ മിസ്കീനായ അയാൾക്ക് അയാളുടെ ആവശ്യത്തിന്റെ കഥനനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താമെന്ന് ഇമാം ഗസാലിയുടെ ഒരു കൗല് നേരത്തെ ഞാൻ പറഞ്ഞ ഇമാം നബി ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഘട്ടങ്ങളിൽ അത് വാങ്ങുകയാണെങ്കിൽ അങ്ങനെ ആ വ്യക്തിക്ക് അത്രത്തോളം ആ ദയനീയ അവസ്ഥയുണ്ടെങ്കിൽ അയാളുടെ ആവശ്യത്തിന്റെ അനുസരിച്ച് മാത്രം അത് ഉപയോഗപ്പെടുത്തുകയും അല്ലാത്തത് സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നല്ലത് എന്ന് തോന്നുന്നു. എന്റെ പ്രാഥമിക നിഗമനത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. വിശദമായി ഒന്നുകൂടി വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അന്വേഷിച്ചിട്ട് പറയാവുന്നതാണ്. മറ്റെന്താ പറഞ്ഞത്? ക്ഷേമനിധികൾ അല്ലേ? ഇൻഷാ അല്ലാഹ് ക്ഷേമനിധികളല്ലേ ചോദിച്ചത്? പി എഫ് പോലത്തിലൊക്കെ ഇവിടെയും അതേ പറഞ്ഞ ഹുക്കം തന്നെയാണ്. അതേ പറഞ്ഞ അതായത് അതിൽ നമ്മളുടെ എമൗണ്ട് ഉണ്ട്, നമ്മളുടെ ഒരു എമൗണ്ട് ഉണ്ട്. നമ്മുടെ എമൗണ്ടില് ഈ പി എഫ് ഒക്കെ നിക്ഷേപിക്കുന്ന സ്ഥലമാണ് പ്രശ്നം. പല സ്ഥലത്തും നിക്ഷേപിക്കുക, അല്ലെ ഫിക്സഡ് എമൗണ്ടിൽ ഹലാലായ പിന്നെ ഓഹരികളിൽ ഷെയറുകൾ നിക്ഷേപിക്കുന്നുണ്ട്, ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നുണ്ട്, പലരും നിക്ഷേപിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്തരം കാശുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷെ ഉപയോഗപ്പെടുത്തുമ്പോൾ എത്ര ശതമാനമാണ് ഇതിൽ പലിശ വന്നിട്ടുള്ളതെന്ന് അന്വേഷിക്കണം. എത്ര ശതമാനമാണ് അതിന് കാശ് നമ്മൾ കൊടുക്കുന്ന കാശിന് പുറമെ ഗവൺമെന്റ് നമുക്ക് വേണ്ടി കാശ് മുടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി ഗവൺമെന്റ് മുടക്കുന്ന കാശും നമ്മൾ മുടക്കുന്ന കാശും അത് മൊത്തം നമ്മളുടേതാണ്. അതിന് പുറമെ നമ്മുടെ കാശ് ഉപയോഗപ്പെടുത്തിയിട്ട് ഹലാലായ ബിസിനസ് നടത്തുന്ന കമ്പനികളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ നിക്ഷേപവും നമുക്ക് ഹലാലാണ്. അത് ഹറാമായ വഴികളിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണ്. അപ്പൊ അതിൽ പരമാവധി എത്ര ശതമാനം വരെ അതിലെ പിന്നെ പലിശ വന്നിട്ടുണ്ടാകും, ഹറാമായ മുതലുകൾ വന്നിട്ട് ചേർന്നിട്ടുണ്ടാകും എന്ന് നമ്മൾ പഠനം നടത്തി മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ അത്ര ശതമാനം കുറച്ചൊരു കൂട്ടി ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ഒരു 5% കൂടുതൽ മാറ്റിയിട്ട് അത് നമ്മൾ ഹറാമായ മുതലായി കണ്ട് അതിന് നേരത്തെ പറഞ്ഞ ഹറാമായ മുതലുകൾ ഉപയോഗപ്പെടുത്തേണ്ട പൊതുവായ ആവശ്യങ്ങൾക്ക്, അതല്ലെങ്കിൽ പിന്നെ മിസ്കീന്മാർക്ക്, അതെല്ലാം നമ്മൾ സ്വയം മിസ്കീനാവുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താവില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് ഉപയോഗപ്പെടുത്തുകയും ബാക്കിയുള്ളത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അങ്ങനെയാണ് അതിന്റെ രീതി. അപ്പൊ എത്രയാണോ നമ്മുടെ ഗവൺമെന്റ് നമ്മളെന്നെ മാറ്റിവെക്കുന്നത്, ഗവൺമെന്റ് നമുക്ക് വേണ്ടി പ്രത്യേകം മാറ്റിവെക്കുന്നത്, ഇതെല്ലാം കണക്ക് കൂട്ടുകയും ഹലാലായ മാർഗത്തിലൂടെ അതിൽ വന്ന ലാഭം കണക്ക് കൂട്ടുക, പലിശയിലൂടെ എത്ര വന്നിട്ടുണ്ട് എന്നുള്ള ഗവൺമെന്റ് നയങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഏകദേശം എത്ര ശതമാനമാണ് അവര് ഇതിൽ നിക്ഷേപിക്കുന്നത്, എത്ര ശതമാനം ഓരോന്നും നിക്ഷേപിക്കുന്നത് നമുക്ക് അതിനെ അന്വേഷിച്ച് കണ്ടെത്താവുന്നതാണ്. അപ്പൊ ഏകദേശം ഒരു മനസ്സിലാക്കിയിട്ട് അതിന് നമ്മൾ സൂക്ഷ്മമായ രീതിയിൽ അത് ഹറാമായ മുതലാക്കേണ്ട അതിന് അങ്ങനെയും ബാക്കിയുള്ളത് നല്ല നമ്മുടെ ഹലാലായ മുതലാക്കേണ്ട അങ്ങനെയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? എനിക്ക് ചോദിക്കാനുള്ളത്, ഇസ്ലാമിൽ ലാഭത്തിനൊരു പരിധി ഉണ്ടോ എന്നാണ്. മനസ്സിലായെന്നറിയില്ല. അതായത് ഇപ്പോ ഉണ്ടോ ഇതിനനുസരിച്ച് സാധനത്തിന്റെ വില കൂട്ടാൻ പറ്റുമോ എന്നാണ് എനിക്കറിയേണ്ടത്. മറുപടി എന്നാ നല്ലതായി.
ചോദ്യം കേട്ടിട്ടില്ല വ്യക്തമായിട്ട്. ഒന്നുകൂടി പറയുകയോ ടൈപ്പ് ചെയ്യുകയോ ചെയ്താൽ ഉപകാരം. ചോദ്യം കേട്ടിട്ടില്ല. സൽമാൻ ഇസ്ലാമിൽ ലാഭത്തിന് പരിധിയുണ്ടോ? അല്ല, ഇസ്ലാമിന് ലാഭത്തിന് പ്രത്യേക പരിധി വെച്ചിട്ടില്ല. ഇസ്ലാമിന് ലാഭത്തിന് പ്രത്യേകം പരിധി വെച്ചിട്ടില്ല. ആരോഗ്യകരമായ മത്സരം കച്ചവടക്കാർ തമ്മിൽ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സങ്കല്പം. അപ്പോൾ സ്വാഭാവികമായും ആരോഗ്യകരമായ മത്സരം ഉണ്ടാകുന്നിടത്ത് ഒരു ഓവർ ലാഭം എടുക്കാൻ കഴിയില്ല. കാരണം ഓവറായിട്ട് ലാഭം ഒരാളെടുക്കുമ്പോൾ മറ്റു ആളുകളെ കുറയ്ക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ മത്സരം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ സ്വാഭാവികമായും കൂടുതൽ ലാഭം എടുക്കാൻ കഴിയില്ല, ഒരു ലാഭം കുറയ്ക്കേണ്ടി വരും. അപ്പോഴേ ആൾക്കാർ വാങ്ങുള്ളൂ. അപ്പോൾ പക്ഷേ അതിനുവേണ്ടി ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ എഹ്തിക്കാറ്, പിന്നെ ഈ പൂഴ്ത്തി ഇസ്ലാം ശക്തമായി നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ ആളുകൾക്ക് ലാഭം കൂട്ടിയിട്ട് ആളുകളെ കൊള്ളലാഭം എടുത്തുകൊണ്ട് ആളുകളെ വഞ്ചിക്കുന്നതിന് ആൾക്കാരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പിന്നെ എഹ്തിക്കാർ ചെയ്യുന്നത് അല്ലെങ്കിൽ പൂഴ്ത്തി വെക്കുന്നത് ഇസ്ലാം കർശനമായി നിരോധിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ മാർക്കറ്റിൽ ലഭ്യമായ വസ്തുക്കളല്ലാത്ത ഒന്നും ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. അപ്പൊ അങ്ങനെ പൂഴ്ത്തി വെച്ചുകൊണ്ട് വില കൂട്ടുന്ന അവസരം ഉണ്ടാകാൻ പാടില്ല. അതേസമയം പിന്നെ ഓരോരുത്തരുടെയും ചെലവിന്റെയും രീതിയുടെയും ആവശ്യങ്ങളുടെയും അനുസരിച്ച് ഒരാൾക്ക് വിൽക്കാവുന്നതാണ്. അതിന് പ്രത്യേകമായ പരിധി വെച്ചിട്ടില്ല. അതേസമയം ചില പണ്ഡിതന്മാര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ വില നിർണയത്തിന്റെ വിഷയം പറഞ്ഞപ്പം പറഞ്ഞ ഒരു വിഷയമാണ്. അതായത് ഒരു സാധനത്തിന് ഇരട്ടിയിലധികം ലാഭം എടുക്കുന്ന ഒരു അവസ്ഥ വരികയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഗവൺമെന്റ് ഇടപെടാം, വില നിർണയിക്കാം എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആരും മൈക്ക് എടുക്കുന്ന കാണാത്തത് കൊണ്ട് മൈക്കിൽ ചാടിയതാണ്. അപ്പം എൻ്റെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശ പണം പൊതുവായ ആവശ്യത്തിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞല്ലോ ഉസ്താദ്. അപ്പം ഒരു പലിശ വാങ്ങിയിട്ട് അവനെ ആ പലിശ പണം ഉപയോഗിച്ച് പള്ളിയുടെ മുറ്റത്ത് ഇന്റർലോക്കും കാര്യങ്ങളായിട്ട് അങ്ങനെ ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ നടന്നൊരു സംഭവമാണ്. അങ്ങനെ ഇന്റർലോക്കും കാര്യങ്ങൾ അവിടെ ചെയ്തു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെയും പണം ബാക്കി വന്നപ്പോൾ പള്ളി വളപ്പിൽ തന്നെ 3 റൂമുകൾ ഉണ്ടാക്കി ഒരു ഇത് കെട്ടി കൊടുത്തു. ഇപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് വാടക കട നടത്താനായിട്ട് വാടക കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വാടക ഹലാലാണോ എന്ന് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആകെ പ്രശ്നം ഉണ്ടാക്കല്ലേ അബ്ദുള്ള, ആകെ കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് തോന്നില്ല വെച്ചാനെ. ഓക്കെ, പൊതുവായ ആവശ്യമാണല്ലോ. പൊതു ആവശ്യം പള്ളി നിർമ്മാണത്തിനത് അങ്ങനെ നിന്ന് വന്നൊരു മുതലേ എന്ന നിലയിൽ അത് ഉപയോഗിക്കാതിരിക്കാണ്, പള്ളിക്കൊക്കെ ചെയ്യാതിരിക്കാനാണ് നല്ലത്. നമ്മളൊരു രീതി വെക്കുമ്പോൾ അതാണ് നല്ലത്. പക്ഷേ പൊതു ആവശ്യമെന്ന അടിസ്ഥാനം, കാരണം ഈ സാധനം ഹറാം ഒരു വ്യക്തി എന്ന നിലയിൽ ആ ഹറാമാണ്. ഇത് ആരതാണെന്ന് അറിയാത്ത കൊണ്ട് എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോ പിന്നെ എല്ലാവരുടെയും ആവശ്യങ്ങൾ എന്ന് പറയുമ്പോ പിന്നെ ഏറ്റവും നല്ലത് റോഡുകള്, പാലങ്ങള്, അങ്ങനെ എല്ലാവരും ഉപയോഗിക്കുന്ന, എല്ലാവർക്കും പിന്നെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. കാരണം പലരുടേതുമായത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ആവശ്യത്തിന് വേണ്ടി വരുന്ന സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുത്തുക എന്നുള്ളതാണ് നല്ലത്. പക്ഷെ അങ്ങനെ ഒരു പിന്നെ പൊതുവായ ഒരു ആവശ്യത്തിൽ ഒരു വ്യക്തിയുടെ അല്ലാത്ത രീതിയിൽ ഒരു പിന്നെ സമൂഹത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നതുകൊണ്ട് തന്നെ ഹറാമ് എന്ന് അതിനെക്കുറിച്ച് പറയാൻ പറ്റൂല. പള്ളിയുടെ മൊത്ത സാധനങ്ങൾ ഹറാമെന്ന് പറയാൻ കഴിയില്ല. കാരണം അത് ഒരു പൊതു ആവശ്യങ്ങൾ എന്ന രീതിയിൽ തന്നെ അതിനെ കാണാവുന്നതാണ്. പക്ഷെ കുറച്ചുകൂടി സൂക്ഷ്മത എന്ന നിലയിലും കുറച്ചുകൂടി എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യം എന്ന നിലയിലും എല്ലാവരും ഉപയോഗിക്കുന്ന എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയായിരിക്കും കൂടുതൽ സൂക്ഷ്മത എന്ന് മാത്രം.
ആരോ ഒരാൾ വന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്, ക്ലാസ് പൂർണ്ണമായി കേൾക്കാതെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയരുത് പ്ലീസ്. ക്ലാസ് കേട്ടിട്ടൊക്കെ ഉണ്ട്. എന്റെ സംശയം, ഈ മുലാറബ എന്ന് പറഞ്ഞ ഈ ബിസിനസ്സിൽ കച്ചവടം ചെയ്യുന്ന ആൾ, പണം മുടക്കുന്ന ആളല്ല, കച്ചവടം ചെയ്യുന്ന ആൾക്ക് ഒരു നിശ്ചിത കൂലി, ഒരു ശമ്പളം വെച്ചിട്ട് അതിന്റെ ശേഷമുള്ള പണമാണോ പിന്നീട് ലാഭമായിട്ട് വീതം വെക്കേണ്ടതെന്നതാണ് ചോദ്യം. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും. അല്ല, കൂലി വെച്ചിട്ടല്ല, അയാളുടെ ജോലിക്കുള്ള കൂലിയാണ് അയാളുടെ ലാഭം എന്ന് പറയുന്നത്. കൂലി വെച്ചിട്ടല്ല, അല്ലാതെയുള്ള അല്ലാതെ ലാഭത്തിൽ എത്ര ശതമാനമാണ്, അങ്ങനെയാണ് വെക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങളുടെ ഭാഗത്ത് ലേലക്കുറി ഉസ്താദിന്റെ ഭാഗത്തേക്ക് ചിട്ടി പിടിക്കുക എന്നാണ് പറയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഒരു 50,000 രൂപയുടെ കുറിയാണ് ലക്ഷ്യമിടുന്നത്. അപ്പൊ അതിനെ ഫസ്റ്റില് നറുക്ക് വിളിക്കുന്ന സമയത്ത് 40,000 രൂപയ്ക്ക് ഒരാൾ വിളിക്കുകയാണെങ്കിൽ ഈ 50 ആളുകൾ 40,000 രൂപയ്ക്കുള്ള പൈസ അപ്പം ഉണ്ടാക്കേണ്ടി വരുന്നുള്ളൂ. പിന്നത്തെ രണ്ടാമത്തെ പ്രാവശ്യ കുറിക്ക് 25,000 വിളിക്കുന്നെങ്കിൽ അതിനുള്ള പൈസയാണ് ഈ ആളുകൾ ഉണ്ടാക്കേണ്ടത്. ഏറ്റവും അവസാനം ലഭിക്കുന്ന ആളുകൾക്ക് വളരെ ലാഭത്തിൽ വരും. കാരണം ഈ കുറഞ്ഞ പൈസ അടച്ചുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് വിളിക്കാതെ കിട്ടുന്ന ആളുകൾക്കാണ് ഇതിന്റെ മെച്ചത്തിൽ വരാൻ പോകുന്നത്. എന്റെ ചോദ്യം അതല്ല, പക്ഷെ അത്തരത്തിലുള്ള ഈ കുറി സമ്പ്രദായം, ചിട്ടി സമ്പ്രദായം നമുക്ക് സ്വീകരിക്കാൻ പറ്റാവുന്നതാണോ? കൂട്ടത്തിൽ തന്നെ ഈ ആട് തേക്ക് മാഞ്ചിയം പോലെയുള്ള പല പരിപാടികളും, മണിച്ചെയിന് പോലത്തെ ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടും ഉസ്താദിന്റെ വിലയിരുത്തൽ എന്താണെന്ന് അറിയാൻ താല്പര്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. കേൾക്കുന്നില്ലേ? ഹലോ, അതായത് നമ്മൾ ഷെയർ ബിസിനസ് അല്ല, അതായത് ഇപ്പൊ നമ്മൾക്കിപ്പോ ഒരു 10 ലക്ഷം ഉറുപ്പിക മുടക്കേണ്ട സ്ഥാനത്ത് നമ്മൾ 1 ലക്ഷമോ അല്ലെങ്കിൽ 50,000 ഉറുപ്പിക കൊടുത്താൽ നമുക്ക് ഗോൾഡ് കച്ചവടം ചെയ്യാം ഓൺലൈനിൽ. അങ്ങനെ ഓൺലൈനിൽ ഗോൾഡ്, സിൽവർ, കറൻസി ഇതെല്ലാം കച്ചവടം ചെയ്യാം. പക്ഷേ ആ കച്ചവടം കുറഞ്ഞ പൈസ കൊടുത്താൽ മതി, 5% കൊടുത്താൽ മതി, കച്ചവടം ചെയ്യാം. പക്ഷെ നമ്മൾക്ക് നഷ്ടം പറ്റുമ്പോൾ ഫുൾ നഷ്ടം പറ്റും, ലാഭം കിട്ടുമ്പോൾ നമുക്ക് ആ ഫുൾ ലാഭം എടുക്കുകയും ചെയ്യാം. പക്ഷെ നമ്മൾ 10 ലക്ഷത്തിന്റെ ഉറുപ്പിക കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 5,000 ഉറുപ്പിക കൊടുത്താൽ നമുക്ക് 10 ലക്ഷത്തിന്റെ ഉറുപ്പിക കച്ചവടം ചെയ്യാം. അതേസമയത്ത് നമുക്ക് ആ 5,000 ഉറുപ്പിക ചിലപ്പോൾ പോയിന്നും വരും, ചിലപ്പോൾ നമുക്ക് ലാഭം കിട്ടിയെന്നും വരും. ഈ കച്ചവടത്തിനെ കുറിച്ചിട്ട് ഇസ്ലാമിന്റെ വിധി എന്താണ്? ഹലോ ഉസ്താദ്, കേൾക്കുന്നില്ലേ? അതിന് മുമ്പ് എന്താണ് ചോദിച്ചത്? പിന്നെ അലി ചോദിച്ചത് എന്തായിരുന്നു? ഓക്കെ, ചിട്ടി. നിങ്ങൾ പറഞ്ഞ ആ രൂപത്തിലുള്ള ചിട്ടി ഹറാമാണ്. നിങ്ങൾ പറഞ്ഞ ആ രൂപത്തിലുള്ള ചിട്ടി ഹറാമാണ്. അങ്ങനെ പിന്നെ ഓരോരുത്തർ വിളിച്ചെടുക്കുന്ന ആ ഒരു രൂപത്തില് കുറച്ച് കുറഞ്ഞു വരുമ്പോൾ പലിശയാണ് സംഭവിക്കുന്നത്. അതിലെ ഒരാൾ കൊടുക്കുന്ന കാശിന്റെ അത്രയും അയാൾ കിട്ടുന്നില്ല, അയാൾ അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഹറാമായി വരും. കാരണം അതിൽ പലർക്കും ഒരുപാട് വഞ്ചന ഉണ്ട്. ഓരോരുത്തർക്കും കിട്ടുന്ന എത്രയെന്ന് പറയാൻ പറ്റൂല. ഓരോരുത്തർക്കും കൊടുക്കേണ്ടി വരുന്നത് എത്രയാന്ന് പറയാൻ പറ്റില്ല. കുറവ് ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹറാം തന്നെയാണ് അത്തരം ചിട്ടികൾ. അതേസമയം ഹലാലായ ചിട്ടി രൂപമുണ്ട്. അതായത് നമ്മൾ ഒരു 10 ആൾക്കാർ കൂടിയിട്ട് എല്ലാവരും ഓരോ മാസവും കൃത്യമായ ഒരു സംഖ്യ എടുക്കുക, അതിൽപ്പെട്ട ഒരാൾക്ക് കൊടുക്കുക ഒരു മാസം, അടുത്ത മാസം വേറെ ആൾക്ക് കൊടുക്കുക, അടുത്ത മാസം വേറെ ആൾക്ക് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു കുറി, അത് ഹലാലായ രൂപമാണ്. അതിൽ പ്രത്യേകിച്ച് പലിശയും കാര്യങ്ങളും ഒന്നുമില്ല. ആ രൂപത്തിലാണെങ്കിൽ പറ്റുന്നതാണ്. പിന്നെ അടുത്ത് നമ്മളെ സുഹൃത്ത് ചോദിച്ചത് ഓൺലൈനിൽ ഗോൾഡ്, മറ്റുള്ള സാധനങ്ങളൊക്കെ കച്ചവടം, പിന്നെ ആട് തേക്ക്.
ആടുതേക്ക് മാഞ്ചിയം നിങ്ങൾ ആടുതേക്ക് മാഞ്ചിയം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കൃത്യമാവുന്നില്ല. എന്താണ് കച്ചവട രീതി? നെറ്റ്വർക്ക് മണി ചെയിൻ കച്ചവടത്തെ കുറിച്ചാണ് ചോദിച്ചതെങ്കിൽ അത് വിശദമായി സംസാരിക്കുകയും പ്രത്യേകമായി ഒരു ക്ലാസ് തന്നെ മാറ്റി വെക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമായിരിക്കും മണി ചെയിനും നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ഒക്കെ. പൊതുവിൽ പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഹറാമിലേക്കാണ് അടുത്തു നിൽക്കുന്നത്. അതിന്റെ ഓരോന്നിന്റെയും അത് ചെയ്യുന്ന രീതി എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു വിധി പറയാൻ കഴിയുള്ളൂ. എന്നാൽ പോലും നമുക്ക് അതിന്റെ മൊത്തം സ്വഭാവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതിൽ ഒരുപാട് അനിശ്ചിതത്വങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഓരോരുത്തർക്കും എത്ര കിട്ടുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. അവർക്ക് ഉജ്റത്തും മഅലൂമാവണമെന്ന് ഇസ്ലാമിന്റെ നിയമം. അതായത് ഒരാൾക്ക് കൊടുക്കുന്ന കൂലി എത്രയെന്ന് കൃത്യമാക്കി നിശ്ചയിക്കപ്പെട്ടിരിക്കണം. കൃത്യമായി നിശ്ചയിക്കപ്പെടാത്ത രീതിയിൽ നടത്തുന്ന അത്തരം കച്ചവട രീതികളൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഹറാമിലേക്കാണ് അതിന്റെ അടുപ്പം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് വീണു പോകാതിരിക്കലാണ് നല്ലത്. ഒരുപാട് ചതിക്കുഴികൾ അതിന്റെ ഉള്ളിലുണ്ട്. വെറുതെ അതിലൊന്നും തല കൊണ്ടുപോയി വെച്ചു കൊടുത്ത് കുടുങ്ങാൻ നിൽക്കണ്ട എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഒരുപാട് ആളുകൾ നാട്ടിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടും നാട്ടിൽ ഒരുപാട് ആളുകൾ പിടിക്കപ്പെട്ടിട്ടും വീണ്ടും ആളുകൾ ഇത്തരം രംഗത്തേക്ക് വീണ്ടും തല വെച്ച് കൊടുക്കുന്നൊരു സന്ദർഭം പലതും കേൾക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ബുദ്ധിയില്ലായ്മയാണ് തെളിയിക്കുന്നത്. അതൊന്നും ഒരു പരിധിക്കപ്പുറം അതൊന്നും വിജയിക്കാൻ പോണില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് ഉത്തമം. പിന്നെ ഓൺലൈൻ ട്രേഡിങ്ങിനെ കുറിച്ചാണ് ചോദിച്ചത്. ഓൺലൈൻ ട്രേഡിങ്ങിൽ അത് പ്രത്യേകമായി ചോദിച്ചത് സ്വർണം, വെള്ളി, കാശ്. മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ സാമ്പത്തിക ക്രയവിക്രയത്തിൽ വളരെ പ്രധാനമായ 2 വസ്തുക്കളാണ് സ്വർണം, വെള്ളി. ഇന്ന് അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കറൻസിയും. ഇതൊക്കെയും ഒരു സാമ്പത്തിക വിഷയങ്ങളുടെ കേന്ദ്രമാണ്. അല്ലെങ്കിൽ മനുഷ്യന്റെ സമ്പത്തിനെ കേന്ദ്രീകരിക്കുന്ന ഇതിലൂടെയാണ്. ഇതിനാണ് കറൻസി എന്ന് പറയുന്നത്. ഈ കറൻസി എന്ന് പറയുന്ന സാധനം ഇസ്ലാമിക അടിസ്ഥാനത്തിൽ സ്വർണവും വെള്ളിയും കറൻസിയുടെ കൂട്ടത്തിലാണ് ഇസ്ലാം എണ്ണുന്നത്. കാരണം ആദ്യകാലം മുതലേ സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്നതിനും സാധനങ്ങളുടെ വില നിർണ്ണയിക്കുന്നതിനും ഏകമായി യൂണിറ്റായി ഉപയോഗിക്കപ്പെട്ടിരുന്നത് സ്വർണവും വെള്ളിയും ഒക്കെ ആയിരുന്നു. പിന്നീട് അത് കറൻസിയായി മാറുകയായിരുന്നു. അതായത് അതുകൊണ്ട് തന്നെ സ്വർണവും വെള്ളിയും അതുപോലെ കാശും ഇതൊക്കെ റിബവിയായ പലിശ വരുന്ന വിഷയങ്ങളിൽ പെട്ടതാണ്. പലിശ വരുന്ന വിഷയങ്ങളിൽപ്പെട്ട സ്വർണവും വെള്ളിയും കാശും ഒക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഇസ്ലാം 3 നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. 1 യദംബിയാതി ആയിരിക്കണം, 2 മസലംബി മസല ആയിരിക്കണം, 3 സ്ഥലത്ത് വെച്ച് തന്നെ, അതായത് ഒരേ സമയത്ത് തന്നെ അത് പൂർത്തിയായിരിക്കണം. അതായത് 3 നിബന്ധനകൾ. ഒന്നാമത്തെ നിബന്ധന തുല്യമായതിന് പകരം മാത്രമേ അത് വിൽക്കാൻ പാടുകയുള്ളൂ. 2 കടമായിട്ട് വിൽക്കാൻ പാടില്ല. അത് ആ സ്ഥലത്ത് വെച്ചിട്ട് അതവിടെ പൂർത്തിയാക്കണം. ആ സ്ഥലത്ത് വെച്ചിട്ട് ആ കച്ചവടം പൂർത്തിയാക്കണം. 3 ആ സ്ഥലത്ത് വെച്ച് തന്നെ കൈമാറ്റവും പൂർത്തിയാക്കണം. അപ്പൊ കൈമാറ്റവും കച്ചവടവും ഒരേ സമയത്ത് പൂർത്തിയാക്കുകയും മസലംബി മസലായിട്ട്, അതായത് കൃത്യമായ 1/2 ഗ്രാം സ്വർണത്തിന് പകരം 1/2 ഗ്രാം സ്വർണം തന്നെ വിൽക്കാൻ പാടുള്ളൂ. 1/2 ഗ്രാം അല്ലെങ്കിൽ ഒരു 10 ഗ്രാമുള്ള ഒരു സ്വർണ്ണ നാണയത്തിന് പകരം 9 ഗ്രാമുള്ള ഒരു സ്വർണ്ണ ആഭരണം വിറ്റാൽ അത് സഹിയാവില്ല, ഹറാമായി മാറും, പലിശ വരുന്നതിന്. അതുപോലെ ക്യാഷുകൾ കൈമാറ്റം ചെയ്യുമ്പോഴും കൃത്യമായി എത്രയാണോ അത്ര തന്നെ ആവണം. അതേസമയം ഇവരുള്ള ജിൻസ് വ്യത്യാസപ്പെട്ട, അത് പറഞ്ഞാൽ ഇതിലിപ്പോ സ്വർണം വെള്ളിക്ക് പകരമോ ക്യാഷ് സ്വർണത്തിന് പകരമോ ഒക്കെ വിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് അവ രണ്ടിന്റെയും അളവ് തുല്യമാകണമെന്നില്ല. പക്ഷെ അതിന്റെ കച്ചവടം ആ സെയിം സമയത്ത് തന്നെ പൂർത്തിയാവുകയും അവിടെ തന്നെ കൈമാറ്റം പൂർത്തിയാവുകയും വേണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഓൺലൈൻ കച്ചവടങ്ങളിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇതൊക്കെ കാശ് കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ കാശിന് പകരമാണ് സ്വർണം വാങ്ങുന്നത്, കാശിന് പകരമാണ് വെള്ളി വാങ്ങുന്നത്, അല്ലെങ്കിൽ ഡോളറിന് പകരം ഇന്ത്യൻ രൂപ വാങ്ങുന്നു, ഇന്ത്യൻ രൂപയ്ക്ക് പകരം ഡോളർ വാങ്ങുന്നു, അല്ലെങ്കിൽ റിയാലിന് പകരം ദിർഹം മേടിക്കുന്നു, അല്ലെങ്കിൽ യൂറോ മേടിക്കുന്നു, എന്താകട്ടെ. ഇപ്പൊ ഇതൊക്കെ വാങ്ങുന്ന സമയങ്ങളിൽ അവിടെ 2 നിയമങ്ങൾ പാലിക്കപ്പെടണം. 1 ആ സമയത്ത് കച്ചവടം പൂർത്തിയാക്കണം, 2 ആ സമയത്ത് കൈമാറ്റവും പൂർത്തിയാക്കണം. ഇവിടെ കൈമാറ്റം പൂർത്തിയാക്കുന്ന സംഭവം നടക്കുന്നില്ല, അത് കൈമാറ്റം ചെയ്യുന്നില്ല. ഇയാളെ അക്കൗണ്ടിൽ ഇയാൾക്ക് എപ്പോഴും സ്വീകരിക്കാവുന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ അതൊരു വെറും ഒരു പറച്ചിലിന് വേണ്ടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരാൾ സ്വീകരിക്കാനും പോകുന്നില്ല. ഇതൊരു മാർക്കറ്റിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഊഹങ്ങളിലൂടെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ
അവിടെ പിന്നെ മാത്രമല്ല ഇവിടെ ഇയാൾ ആകെ പിന്നെ കടം കൂടി വരുന്നുണ്ട്. ഇവിടെ രൊക്കമല്ല കച്ചവടം നടക്കുന്നത്. കാരണം ഇയാൾ 50,000 രൂപ മുടക്കിയിട്ട് ഇയാൾക്ക് 2 ലക്ഷത്തിന്റെ കച്ചവടം ഇയാൾ നടത്തുകയാണ്. 50,000 മുടക്കിയിട്ട്. കാരണം ബാക്കിയുള്ള കാശ് കടമായിട്ട് ഇയാൾ കൊടുക്കുകയാണ്. കടമായി കൊടുത്തിട്ട് ആ കടമായ കാശ് കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ ആ കടമായ കാശ് കൊടുക്കുന്നത് ഇത്തരം ഒരു കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തരം ഒരു കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട് കടം കാശ് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ആ കടത്തിൽ നിബന്ധന വന്നു. ആ നിബന്ധനയുടെ ആ കമ്പനിക്ക് ലാഭം ഉണ്ടാകുന്നുണ്ട്. അത് തന്നെ അവിടെയും ആ കമ്പനിക്ക് ലാഭം കിട്ടുന്നത് അതും ഒരു പലിശയുടെ രൂപത്തിൽ വരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് പലിശയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ പിന്നെ റിബൽ ഫളലും വരുന്നുണ്ട്, റിബൽ നസീഹത്തും വരുന്നുണ്ട്. അവധി പലിശയും വരുന്നുണ്ട്, അതുപോലെ തന്നെ കൈമാറ്റ പലിശയും വരുന്നുണ്ട്. 2 തരത്തിലുള്ള പലിശയും വരുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പിന്നെ സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ കാശുകളോ കാശിന് പകരം ഇത്തരത്തിൽ വാങ്ങുകയും വിൽക്കുകയും കുറച്ച് പൈസ അടച്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആ രീതി ഹറാമാണ്, സംശയമില്ല, ചെയ്യാൻ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 9:30 UAE 9:20 തുടങ്ങിയിട്ടുണ്ട്. 2.5 മണിക്കൂർ 2 മണിക്കൂർ 40 മിനിറ്റും ഏകദേശം ആയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫൈസൽ നിയാസ് ഉദവി മൈക്കില് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടും ഈ മറുപടി പറയാനൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് തടസ്സമൊന്നുമില്ല കേട്ടോ. ഫൈസൽ നിയാസ് ഉദവിക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്കൊന്നും പ്രശ്നമില്ല. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പക്ഷെ അതേസമയത്ത് അദ്ദേഹത്തിന് ക്ഷീണമുണ്ട് എങ്കിൽ നമ്മൾ ആ വിഷയവുമായി ഒന്ന് സഹകരിക്കേണ്ടതുണ്ടല്ലോ. ഫൈസൽ നിയാസുദ്ദീക്ക് പ്രശ്നം ഒന്നും ഇല്ല എങ്കിൽ എത്രയും ക്ലാസ് നീട്ടിക്കൊണ്ടുപോകാം, എത്ര ആളുകൾക്ക് ചോദ്യം ചോദിക്കാം, മറുപടി അദ്ദേഹം പറഞ്ഞോളും. അതേസമയത്ത് അദ്ദേഹത്തിന് ഇപ്പോ പിന്നെ ക്ഷീണം ഉണ്ട്, വിഷമം ഉണ്ട് എങ്കിൽ നമുക്ക് ഒരു പരിധി വെക്കേണ്ടതുണ്ട്. പിന്നെ എനിക്ക് തോന്നുകയാണല്ലേ ആരെങ്കിലും ഒരാൾ റൈസ് ഹാൻഡ് ചെയ്യാം, നമ്മുടെ അഡ്മിന്മാർ ആരെങ്കിലും ഒരാൾ റൈസ് ഹാൻഡ് ചെയ്യണം. എന്നിട്ട് എന്നാല് പിന്നെ അവിടുന്ന് പിന്നെ ഇനി ഇപ്പൊ ഇപ്പൊ റൈസ് ഹാൻഡ് ചെയ്ത ആളുകൾക്ക് മാത്രം ഒരവസരം കൊടുക്കാം എന്നാ തോന്നുന്നത് അല്ലേ? ഇനിയിപ്പോ അഡ്മിന്മാരെ വിളിച്ചോടുന്ന് കൊടുത്തിട്ട് വേണം. ഇനിയിപ്പോ അഡ്മിന്മാരാരെങ്കിലും ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യണം. മുജീബ് എം കെ ഡി ആണ് അവസാനത്തെ പിന്നെ ഇപ്പൊ റൈസ് ഹാൻഡ് ചെയ്തിട്ട് അവസാനത്. ഇനി ആരും റൈസ് ഹാൻഡ് ചെയ്യരുത്. മുജീബ് എം കെ ഡി വരെ ആളുകൾക്ക് മാത്രം ചോദിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഞാൻ ഷാഹിദ് സാഹിബിനോട് സമ്മതം ചോദിച്ചത്. എൻ്റെ ഒരു ചോദ്യം, നമ്മൾ പിന്നെ ഉണ്ടിപ്പണം ഉണ്ടല്ലോ, ഉണ്ടിപ്പണം നമ്മളിപ്പോൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഇവിടുന്ന് നമ്മൾ കാശ് അയക്കുന്നു. ആ കാശ് അയക്കുന്നത് അത് ഗവൺമെന്റിന് നമുക്ക് എന്താ പറയാ, നമ്മൾ അതിൻ്റെതായിരിക്കുന്ന നികുതി അല്ല എന്താ ടാക്സ് എടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതിലാണ് നമ്മൾ കൊടുക്കപ്പെടുന്നത്. അപ്പൊ അത് അങ്ങനെ അയക്കുന്നത് ഒരു ഗവൺമെന്റിന് നമ്മളൊരു എന്താ പറയാ ഗവൺമെന്റിനെ പറ്റിച്ചെന്ന് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കണ്ണ് വെട്ടിച്ച് ഗവൺമെന്റ് അറിയാത്ത രീതിയിൽ ആണ് നമ്മൾ നാട്ടിലേക്ക് വിടുന്നത്. അപ്പൊ അതിന്റെ ഇസ്ലാമിക മാനം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ മൈക്കെടുക്കാൻ തന്നെ കാരണം റൂമിൽ ആളുകൾ ഉറങ്ങാൻ നിൽക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ദിവസമായി. ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇസ്ലാമികമായ ഹലാല ഹറാമോ ഹറാമോ ഹലാലോ ആക്കുന്ന അത്തരത്തിൽ ഇസ്ലാം പ്രത്യേകമായി ഹലാലോ ഹറാമോ ആക്കിയ കാര്യങ്ങളെ തിരുത്തുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഒഴികെയുള്ള മറ്റുള്ള നിയമങ്ങൾ പൊതുവായി ഗവൺമെന്റിന് നിശ്ചയിക്കാവുന്ന കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു കാശ് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുവരരുത്, എന്തൊക്കെ കൊണ്ടുവരാം, എന്തൊക്കെ ടാക്സ് കാര്യങ്ങളൊക്കെ ഒരു രാജ്യത്തിന്റെ നന്മയും രാജ്യത്തിന്റെ ഗവൺമെന്റ് രീതിക്കും വേണ്ടിയിട്ടുള്ള തൻളീമിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ നിയമങ്ങൾ ഉണ്ടാകുമ്പം ആ നിയമം നമ്മൾ ബാധിക്കാൻ ബാധ്യസ്ഥരാണ്. ആ നിയമം ലംഘിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ കുറ്റക്കാരാവുകയും ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കുകയാണ്. ഗവൺമെന്റിന്റെ അത്തരം നിയമങ്ങൾ ബാധിക്കുക, നമ്മൾ കൂടി അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂടി പങ്കാളികളായ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു ഗവൺമെന്റാണ്. അപ്പോൾ നമുക്കത് അതിന്റെ നിയമങ്ങൾ നമ്മൾ കൂടി അംഗീകരിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ അംഗീകരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന നിലയിൽ അതിന് വിരുദ്ധമായി നമ്മൾ ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായി ഇസ്ലാം ഹലാലോ ഹറാമോ ആക്കിയ കാര്യങ്ങൾ ഒഴികെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അതിനെതിരായി നമ്മൾ ചെയ്തു എന്ന നിലയ്ക്കുള്ള കുറ്റമുണ്ടാകും. 1. 2, ഹുണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ
മറ്റൊരു വിഷയമുള്ളത് പലപ്പോഴും ഇത്തരം നമ്മളിതിന്റെ ഒരു സാമൂഹ്യ പരിണതി കൂടി ആകണം. പലപ്പോഴും ഇത്തരം ഇതൊക്കെ ഒരു ചില മാഫിയ സംഘങ്ങളായി മാറുകയും അവരൊക്കെ സമൂഹത്തിന് ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പലപ്പോഴും അത്തരം കാര്യങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിന്റെ അതിന് നമ്മൾ കാരണക്കാരാവുന്നുണ്ടോ എന്നുള്ളത് അതിന്റെ മറ്റൊരു വശമാണ്. പിന്നെ ഹുണ്ടി പൈസയുടെ പേരിൽ ഒരു പലിശ ഇടപാടുകളും ചിലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു 1,00,000 രൂപയിലേക്കായിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പോഴത്തെ റേറ്റിനേക്കാൾ കൂടുതൽ റേറ്റിന് നിങ്ങൾക്ക് പൈസ നിശ്ചയിച്ചു തരും. എന്നിട്ട് ആ കാശ് നിങ്ങൾ 3 വട്ടമായിട്ട് അടച്ചാൽ അത് ഹലാലാവുന്ന രീതിയിലുള്ള ഒരു രൂപം പിന്നെ പൈസ അടച്ചു കൊടുക്കുന്ന രൂപവും കാണാറുണ്ട്. അത് പലിശ ഇനത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കലാണ് അഭികാമ്യം. വേഗം വേഗം ചോദിക്കുമെന്ന് ഞാനങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അവർ പൈസക്കാരും കണ്ടില്ലത് എപ്പോഴാണ് അവസാനിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഈ കൈ ഉയർത്തിയ മുജീബ് MKD ഉസ്താദ് മുജീബ് ഉസ്താദിന്റെ അവിടം വരെയുള്ള ആളുകളെ നമുക്ക് മറുപടി പറയാം. അത് കഴിഞ്ഞിട്ടുള്ള ഇൻഷാ അല്ലാഹ് പിന്നെ റസാക്കും ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും. സൗണ്ട് കേൾക്കാവോ? ഹലോ, സൗണ്ട് കേൾക്കാവോ? എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ക്രെഡിറ്റ് കാർഡ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റും കൂടി അടക്കൽ നിർബന്ധമാണോ, ഇല്ലെങ്കിൽ വെറും പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രം അടച്ചാൽ മതിയോ? അതാണ് എന്റെ ചോദ്യം. അതിന്റെ ഉസ്താദിന്റെ ഉത്തരം കേട്ടാൽ വളരെ സന്തോഷമായിരിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒന്നാമതായിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ പലിശ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾ എടുക്കല് ഹറാമാണ്. കാരണം അതിൽ ഒരുപാട് ഹറാമിന്റെ വിശദീകരിക്കുന്ന കാര്യമാണ്. അതിലൊക്കെ ഞാൻ കിടക്കുന്നില്ല. അതിന്റെ ട്രാൻസാക്ഷന്റെ വിശദീകൾ തന്നെ ഹറാമാണ്. ഒന്നാമത് തന്നെ നിങ്ങൾ അടയ്ക്കേണ്ട കാശ് ഇത്ര ദിവസം വൈകിയാൽ ഇത്ര ശതമാനം പലിശ അടക്കണമെന്ന് പറയുമ്പോൾ തന്നെ ആ നിബന്ധന വന്നതോടുകൂടി ഹറാമായി മാറി. നിങ്ങൾ കൃത്യസമയത്ത് അടയ്ക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ നിബന്ധന വരലോടുകൂടി തന്നെ ആ അഖദ്, ആ സഫഖത്ത് അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ അല്ലെ ആ ഇടപാട് തന്നെ ഹറാമാണ്. അപ്പൊ തന്നെ ഹറാമായ ഇടപാടുകളുമായി ബന്ധപ്പെടുന്ന ഫാസിദാണ്. ആ ഇടപാട് ഫാസിദ എന്ന് പറയും. ഫാസിദായ ഇടപാടുകളുമായി ബന്ധപ്പെടൽ ഹറാമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹറാമായ ഇടപാടിൽ നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ ഹറാമായി മാറുന്നു. അപ്പൊ അത് ഒന്നാമത് എടുക്കാൻ പാടില്ല. ഇൻ കേസ് നിങ്ങൾ എടുത്താൽ അതിന് നിങ്ങൾക്ക് ഇസ്ലാമിക നിയമപ്രകാരം അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് അടയ്ക്കാൻ മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. മറ്റത് അടയ്ക്കേണ്ടത് ഇസ്ലാമിക നിയമപ്രകാരം അതിന് ഉത്തരവാദിത്തമില്ല. പക്ഷേ ചിലപ്പോ നിങ്ങൾ നിൽക്കുന്ന രാജ്യത്തിനനുസരിച്ച് ചിലപ്പോ നിങ്ങൾ ജയിലിനുള്ളിൽ പോകേണ്ടി വരും അടച്ചിട്ടില്ലെങ്കിൽ. അതുകൂടി ശ്രദ്ധിക്കുക. അവർക്ക് കൊടുക്കേണ്ട കോഴ്സ് എടുത്തില്ലെങ്കിൽ അത് വേറെ നിയമപ്രകാരം നിങ്ങൾ എത്രയാണോ ചെലവാക്കിയത് അത്ര തന്നെ അടച്ചാൽ മതി. കാരണം ആ പലിശക്ക് ഇസ്ലാമികമായി അതിന് നിയമ സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ എത്ര അവരൊന്നും കടമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ അത് മറിച്ചു കൊടുത്ത് നിയമം അല്ലാതെ കൊടുക്കേണ്ടതില്ല. എൻ്റെ ഡൗട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ ഹലാലായ സെക്ഷനിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം നൂറ് വയസ്സ് ഉസ്താദിനോടായിരുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം നേരത്തെ ഉസ്താദ് പറയുകയുണ്ടായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എനിക്ക് ഒരുപാട് പ്രാവശ്യം മൈക്കെടുത്ത് എന്താണ് ആൾക്കാരെ ഒന്നിച്ച് പലരും എടുക്കുന്നുണ്ടല്ല. അബ്ദുള്ള അത്യാവശ്യം ചോദിച്ചില്ലേ, ഇനി പിന്നെ ആക്കിലോട്ട് ചോദിക്കട്ടെ. ഓക്കെ, ഞാന് പിന്നെ ലാസ്റ്റ് ചോദിച്ചത് ആരാണ്? ചോദിച്ചത് എന്താണ് 5 സ്റ്റാർ ഹോട്ടലിനെ കുറിച്ച് എന്താ ചോദിച്ചത്? ഒന്ന് ടൈപ്പ് ചെയ്യൂ. 5 സ്റ്റാർ ഹോട്ടല്
അരക്കത്തെ 5 സ്റ്റാർ ഹോട്ടലിനെ കുറിച്ച് എന്താ ചോദിച്ചത്? 5 സ്റ്റാറിൽ ഇത്തരം വിഷയം ഹലാലായ ഇടങ്ങളിൽ ജോലി ചെയ്യാമോ? നമ്മള് നേരിട്ട് ഹറാമില് ഇടപെടാത്ത കാര്യങ്ങളില് 5 സ്റ്റാർ ഹോട്ടലിലെ ഹറാമല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ ഹലാലായ രീതികളിൽ ഹറാമ് ഇടപെടാത്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമതായിട്ട് സൂക്ഷ്മത നിലയിൽ അതൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. സൂക്ഷ്മത നിലയിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷേ പിന്നെ നേരിട്ട് നമുക്ക് ഹറാമായ കാര്യം നമ്മൾ ഇടപെടുന്നുണ്ടെങ്കിൽ അവരും ഇടപെടാതെ നടന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ. ഒരാളുടെ പോയി ഹലാലും ഹറാമും കൂടിക്കലർന്നിട്ടുണ്ട്, പക്ഷെ എല്ലാം ഹറാമല്ല, അവരുടെ അധികവും ഹലാലാണ് എങ്കിൽ അവരുമായി ഇടപാട് നടത്താവുന്നതാണ്. ഒരു ഹറാമ് മാത്രമായ ഒരു വിഷയമുണ്ടെങ്കിൽ അതിൽ ഇടപാട് നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ ഹലാലായ സെക്ഷനുകളിൽ നമുക്ക് ജോലി ചെയ്യാവുന്നതോ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാവുന്നതാണ്. അതേസമയം സൂക്ഷ്മത നിലയിൽ അത് ഒഴിവാക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമർ മാവൂർ അവിടെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉമർ മാവൂർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ എസ് അടിക്കണം. അദ്ദേഹം കേൾക്കുന്നില്ല എന്നുണ്ട്. പിന്നെ ഗൾഫ് ഹൗസ് എന്റെ താഴെയായിരുന്നു. നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഗൾഫ് ഹൗസ് കേൾക്കുന്നുണ്ടോ? അബ്ദുള്ള നീ കൈ താഴ്ത്തിക്കോ. അബ്ദുള്ള കാസർഗോഡ്. കുറെ സമയമായി. അപ്പൊ നമ്മള് ആ സമയം കീപ്പ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഗൾഫ് ഹൗസ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ ചോദിക്കുക ഇൻഷാ അല്ലാഹ്. അതിനുശേഷം മസ്നവി ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് റൈസ് ഹാൻഡ് ചെയ്യണം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. എനിക്ക് നമ്മളെ ഈ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ നടത്തുമ്പോൾ ഇതിലുമായി ബന്ധപ്പെട്ട ആളുകൾ പല ആളുകളും അതിൽ ഇടപാട് നടത്തേണ്ട അറിയാതെ നമ്മള് മുസ്ലിം ലീഗ് കമ്മിറ്റിയൊക്കെ നടത്തുമ്പോൾ അപ്പൊ അതിനെ പറ്റി ഉസ്താദ് ബോധവൽക്കരണം നടത്തണം. നിയാസ് സുദവി ഡി സി ആയ? നിയാസ് സുദവി ഇപ്പൊ ഇല്ലല്ലോ ഇവിടെ? ഡി സി ആയതുകൊണ്ടില്ലേ? നിയാസ് സുദവി ഡി സി ആയിക്കണോ? ഡി സി ആയിക്കണോ? ഏതായാലും പിന്നെ വളരെയധികം സന്തോഷമുണ്ട്. എനിക്കറിയാം ഈ സാമ്പത്തിക ശാസ്ത്ര സംബന്ധമായ ഒരു ക്ലാസ് നടക്കുമ്പോൾ ചോദ്യം അവസാനിക്കുകയില്ല എന്ന് നമുക്കറിയാം. കാരണം പണ്ടും തന്നെ ഫൈസൽ നിയാസ് സുദവി ഈ ക്ലാസ് അദ്ദേഹം വന്നിട്ടുണ്ട്. ഫൈസൽ നിയാസ് സുദവി മുമ്പ് ഈ ക്ലാസ് എടുത്തിരുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാകും. അവസാനം നമുക്ക് അതിനൊരു ഒരു പരിധി നമ്മൾ നിശ്ചയിക്കേണ്ടി വരികയാണ്. പിന്നെ അപ്പൊ ഏതായാലും ശരി, ഇനി എല്ലാവരും സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഫൈസൽ നിയാസ് സുദവിന്റെ ക്ലാസ്സും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ചോദിക്കാം. ഏതായാലും ശരി, ഇപ്പോ ഫൈസൽ നിയാസ് സുദവി മൈക്കിലേക്ക് വരിക. നേരത്തെ ചോദിച്ച ചോദ്യം കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഗൾഫ് ഹൗസിന്റെ ചോദ്യം ഇതാണ്. ചോദ്യമല്ല,
ഈ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകളൊക്കെ ഈ സഹകരണ ബാങ്കുമായി സഹകരിക്കുന്നത് കാരണം ആ ബാങ്കുമായി മറ്റുള്ള ആളുകളും സഹകരിക്കുന്നു. അതിനെക്കുറിച്ച് ഒരു നിർദ്ദേശം നൽകണമെന്നോ ഒരു ഉപദേശം നൽകണമെന്നോ എന്നാണ് ഇപ്പൊ. അതിപ്പോ ഒരു ഇതിനെക്കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാഹ് യാസുദ്ദീൻ മൈക്കിക്ക് പോയി എന്നിട്ട് ഇത് അവസാനിപ്പിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അലൈക്കുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇടയ്ക്കൊന്ന് എനിക്കൊന്നും കേൾക്കാൻ കഴിയില്ല, എന്നൊന്ന് പുറത്ത് പോയി തിരിച്ചു വരിക ചെയ്തത്. അപ്പൊ അതിനിടയിൽ സംസാരിച്ച കാര്യം കേട്ടിട്ടില്ല. ഏതായാലും സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇത് ചെയ്യണം എന്താണ് ഉദ്ദേശിച്ചത്? അതുമായി ബന്ധപ്പെട്ട വിശദമായ സംസാരങ്ങൾ നമ്മളെ ഓരോ മതേതര സമൂഹത്തിൽ ജീവിക്കുമ്പോഴുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇസ്ലാമിക രാജ്യമല്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമിക സാമ്പത്തിക രീതികളും മറ്റുമൊന്നും ഇപ്പോഴും കൃത്യമായി വരാത്ത ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂകളും കാര്യങ്ങളും ഒക്കെ പ്രത്യേകമായി പരാമർശപ്പെടുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഏതായാലും ഇന്ന് ഇസ്ലാമിക രീതിയിലുള്ള ബാങ്കിങ് സംവിധാനങ്ങൾ സഹകരിക്കാമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഓരോ സ്ഥലത്തെയും നന്മയും തിന്മയും അല്ലെങ്കിൽ അതിന്റെ റിസ്കുകളും അതുപോലെ ഇല്ലാതിരുന്ന നഷ്ടങ്ങളും രണ്ടും വിലയിരുത്തിയിട്ട് വേണം അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. ഒറ്റയടിക്ക് ഒരു പൊതുവായ എന്തെങ്കിലും വിഷയങ്ങൾ ആവശ്യമായി ബന്ധപ്പെട്ട് പറയാൻ ഞാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത്തരം വിഷയങ്ങൾ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ചൊക്കെ തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഏതായാലും ലോകതലത്തിൽ ഇസ്ലാമിക ബാങ്കിങ്ങും ഇസ്ലാമിക ഫൈനാൻസും ഒക്കെ ശക്തി പ്രാപിച്ചു വരികയും കൂടുതൽ അതിന് സ്വാധീനം നേടി വരികയും ചെയ്യുന്ന അവസരമാണ്. ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നിർബന്ധമായി മുൻകൈ എടുത്താണ് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഒന്നാമതായി 2-3 കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഒന്ന്, ഗവൺമെന്റ് തലത്തിൽ ഇസ്ലാമികമായ രീതിയിലുള്ള ബാങ്കിങ് സ്ഥാപനങ്ങളെ നടത്തിക്കിട്ടാനുള്ള ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും അതുവഴി നിയമനിർമ്മാണങ്ങൾ നടത്തിക്കുകയും അതിനുള്ള അവസരം ഉണ്ടാക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിങ്ങളെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നിർബന്ധമായും ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അത് ചെയ്തേ തീരും. ഒരു വിഷയം അതാണ്. മറ്റൊരു വിഷയം, നിലവിലുള്ള നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സൊസൈറ്റീസ് ആക്ട് പ്രകാരമോ മറ്റുമൊക്കെ നിലവിലുള്ള നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ സഹായിക്കാവുന്ന രീതിയിൽ ജനങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫൈനാൻസിങ് രൂപങ്ങൾ ഉണ്ടാക്കി കൊടുക്കാവുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങളോ മറ്റുമൊക്കെ ഉണ്ടാക്കാനും അതിനെ നടത്താനും അത്തരം വഴികൾ ഉണ്ടാക്കാനും രാഷ്ട്രീയ സംഘടനകളായാലും മതസംഘടനകളായാലും ബന്ധപ്പെട്ട സാമൂഹിക സംഘടനകളായാലും അവയൊക്കെ രംഗത്ത് വന്നാൽ അത് എല്ലാവർക്കും വലിയ ഉപകാരമായിരിക്കും. അത്തരം രൂപങ്ങളെ കുറിച്ചുകൂടി സാമൂഹിക നേതാക്കന്മാരും മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് സമയ സന്ദർഭങ്ങൾക്കനുസരിച്ച് ഇനിയും അവസരങ്ങൾക്കനുസരിച്ച് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കാവുന്നതാണ്. ഇത്തരം ചർച്ചകൾ അല്ലാഹു സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മൾ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉസ്താദന്മാരുടെയും നമ്മളെ പഠിപ്പിച്ചവരുടെയും ഒക്കെ ബർക്കത്ത് കൊണ്ടാണ്. അല്ലാഹു അവർക്കെല്ലാവർക്കും അവർ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും വലിയ ദറജകളും നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് കൂടുതൽ ആയുസ്സും ആരോഗ്യവും പ്രവർത്തന സൗഭാഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.